ഒന്ന് ക്ഷമിക്കണം. സാധാരണ യോഗം പോലും ഒത്തിരി നീണ്ടു പോകുകയല്ല. ഒത്തിരി നിങ്ങൾ ചിന്തിക്കുക താമസം എന്ന് ചിന്ന് വെളുക്കാറാകാതെ പുള്ളി വിടുകയില്ല. അങ്ങനെയുള്ള ചിന്തയൊന്നും ഉണ്ടാകരുത്. ഇന്ന് കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. ദൈവം അതിന് കൃപ നൽകട്ടെ. അപ്പോൾ ഇപ്പം വായിച്ചത് 15-ാം വാക്യം മുതൽ 21 വരെ. അപ്പൊ ചിലർക്കൊരു ചിന്ത, ഇത് മിക്കവാറും ഇത് പോയി പറ്റുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒരു പാരഗ്രാഫ് മുഴുവൻ വായിച്ചാ പുള്ളി നിൽക്കുന്നത്. തന്നെയല്ല അയാളുടെ സ്വഭാവം അനുസരിച്ച നമ്മളെ വിടുകയിൽ എഴുന്നേറ്റ് പോകാനും ഒക്കെ അല്ല, ബോധമില്ലാത്തന വല്ലതും മൈക്കിൽ കൂടെ വിളിച്ച് പറയുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഇന്ന് ആ ചിന്തയെല്ലാം അങ്ങ് മാറ്റി എല്ലാ വാക്യത്തിൽ നിന്നും പറയുന്നില്ല, ഒരു വാക്യം വായിച്ച കണ്ടികയെന്ന് ഒരു വാക്യം വായിക്കുക. അത് ഇപ്പൊ ഇന്ന് നോക്കൂ, ആ 16-ാമത്തെ വാക്യം വായിച്ചേ. 16. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. ദൈവത്തിന് മഹത്വം. ഇത് ദുഷ്കാലമാകയാൽ സമയം എന്താ ഒരു അപാകത പോലെ അതിന് സ്തോത്രം. അപ്പോൾ ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പുതിയ നിയമത്തിലെ ഈടുറ്റ ഒരു ലേഖനമാണ് എഫീസ് ലേഖനം. എല്ലാ ലേഖനങ്ങളും വളരെ ഈടുറ്റ ലേഖനമാ. എന്നാൽ എഫീസ് ലേഖനത്തിന് ഒരു വിശേഷത, സാധാരണ പഠിപ്പിക്കുന്നത് ലേഖനങ്ങളുടെ റാണിയാണെന്ന. അതിന് കാരണം പല കാര്യമുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ധന്യനായ പൗലോസിന്റെ ഈടുറ്റ 2 പ്രാർത്ഥന ഈ ലേഖനത്തിലാണ്. 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയും 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 19 വരെയും. ആ 1-ന്റെ 15 മുതൽ ഒന്ന് വായിച്ചു. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവാകുന്ന യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ എന്റെ പ്രാർത്ഥനയോർത്ത് സ്തോത്രം ചെയ്ത് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ ഇന്നതെന്നും അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇതാണ് 1-ാമത്തെ പ്രാർത്ഥന. 2-ാം പ്രാർത്ഥന 3-ന്റെ 13 മുതൽ 3-ന്റെ 14 മുതൽ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അടുത്തത് അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങള് അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ കുറിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടത്. അപ്പൊ താഴോട്ട് ഇത് 2-ാമത്തെ പ്രാർത്ഥന. അപ്പോൾ പൗലോസ്ലീഹായുടെ ആഴമേറിയ ഈടുറ്റ, എന്റെ ഭാഷ പറഞ്ഞ ഊറ്റൻ 2 പ്രാർത്ഥന എഫേസ്യ ലേഖനത്തിലാണ്. ഇനി ഈ ലേഖനത്തിന്റെ വേറൊരു വിശേഷത നിങ്ങൾക്കറിയാം. ജോഷി പാസ്റ്റർ കസാര ഇനി ഇല്ലായിരിക്കും അല്ലേ? ഉണ്ടോ? ഇവിടെ ഈ മോനെ ആരില്ലണ്ട്, അവിടെ ഒത്തിരി പേര് നിൽക്കുന്ന ഈ കസാര അങ്ങോട്ട് കൊടുക്കുകയായിരുന്നെങ്കിൽ അത് നിങ്ങൾ നിൽക്കാൻ വന്നവരാണോ ഇരിക്കാൻ വന്നതാണോ? അതാ ഇവിടെ നീ കസാര എടുത്ത് അങ്ങോട്ട് കൊണ്ട് കൊടുത്തേച്ച് ഓടുക. നിനക്ക് ആരോഗ്യം ഉണ്ടല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, പൗലോസിന്റെ ഈടുറ്റ 2 പ്രാർത്ഥന, ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ഒരു ഇടയ്ക്ക് കസാര വല്ലതും വെറുതെ കിടപ്പുണ്ടോ, കസാര ഒന്ന് പൊക്കിക്കോ. അപ്പൊ ചുമതലപ്പെട്ടവരും മേടിച്ചോളും. കസാര ബൈബിൾ വെച്ചേച്ച് പമ്മിയിരിക്കുകയായിരിക്കും. അതങ്ങ് പൊക്കി കാണിച്ചാൽ അവര് വന്ന് മേടിച്ചോണ്ടങ്ങ് പോകും. പുറകെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇരിക്കട്ടെ. ഇത് കസാരയല്ലേ? അതിനകത്ത് വല്ലതും ഉണ്ടോ? ആളുണ്ടോ? കൊച്ചുണ്ടോ? എന്നാ കുഴപ്പമില്ല. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. അപ്പൊ ശ്രദ്ധിക്കുക, ഈ എഫേസ്യ ലേഖനത്തിൽ നിങ്ങൾക്കറിയാം, നമുക്കറിയാം 6 അധ്യായമാണ്. ഓരോ അധ്യായത്തിലും പൗലോസ് ഓരോ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഊന്നി പറയുന്നുണ്ട്. ധാരാളം വിഷയങ്ങളുണ്ടെങ്കിലും നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട ഓടിച്ചു പറയാം. 1-ാം അധ്യായത്തിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു.
രണ്ടാമത്തെ ആയത്തിൽ തെരഞ്ഞെടുത്തവരെ കൊണ്ടുവന്ന് ഇരുത്തി. മൂന്നാമത്തെ ആയത്തിൽ ഇരുത്തിയവർക്ക് അപ്രമേയ ധനം വെളിപ്പെടുത്തി കൊടുത്തു. നാലാമത്തെ ആയത്തിൽ ഇങ്ങനെയുള്ള ആ പ്രിയപ്പെട്ടവർക്ക് 5 വിധത്തിലെ ശുശ്രൂഷക വൃന്ദത്തെ തന്നു. 5-ാം അധ്യായത്തിൽ ആത്മനിറവ് എന്നുള്ള വിഷയം. 6-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം. അതിൽ 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. നാം ദൈവത്തെ തെരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാ. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ട പ്രിയപ്പെട്ടവരോട് ഒന്നുകൂടെ ഊന്നിപ്പറയട്ടെ, നമ്മൾ ദൈവത്തെ കണ്ടതല്ല, ദൈവം നമ്മളെ കണ്ടതാ. ഞാൻ സന്ധ്യയ്ക്കും ആ കാര്യം പറഞ്ഞു. സക്കായി യേശുവിനെ കാണാനാ മുമ്പോട്ട് ഓടി അത്തിമരത്തിന്റെ കാട്ടത്തിയുടെ മേളിൽ കയറുന്നു. യേശുവിനെ കാണാൻ ചെന്നതാ. പക്ഷെ സൂക്ഷം താഴെ വന്നപ്പോൾ യേശു പറഞ്ഞു വേഗം ഇറങ്ങി വരാൻ പറഞ്ഞു. നമ്മൾ കാണുന്നതിന് മുന്നേ നമ്മളെ കണ്ടൊരു ദൈവമുണ്ട്. വീട് വിട്ടുപോയ ആ ധൂർത്തുപുത്രൻ മടങ്ങി വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അപ്പൻ്റെ അടുക്ക ചെല്ലും, അപ്പനോട് ഞാൻ കാര്യമൊക്കെ പറയും, അപ്പാ നിന്നോടും സ്വർഗത്തോടും ഞാൻ നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല, നിന്റെ ആ കൂലിക്കാലൊരുത്തനെ പോലെ എന്നെ ആക്കിയാൽ മതി, കാരണം എൻ്റെ ജീവിതം അങ്ങനെ. അപ്പനെ കാണാനാ ചെന്നെങ്കിലും അപ്പനായി ഇവനെ ആദ്യം കാണുന്നത്. കട്ടമ്മക്ക് എന്നെ പോലെ വഴികളിൽ അനിഷ്ടം ഞാൻ നടന്നു, എന്നെ കെട്ടിപ്പിടിച്ചു മുത്തമിട്ടങ്ങു സ്വീകരിപ്പാൻ ഇഷ്ടപ്പെടുന്നപ്പനാ. എന്നെ കെട്ടിപ്പിടിച്ചു മുത്തമിട്ടങ്ങു സ്വീകരിപ്പാൻ ഇഷ്ടപ്പെടുന്നപ്പനാ. എന്നും എന്നെന്നും എന്നുടയവൻ മാറാതെ കൃപ തീരാതെ. എന്നും എന്നെന്നും എന്നുടയവൻ മാറാതെ കൃപ തീരാതെ. ഇവൻ അപ്പനെ കാണാൻ ചെന്ന അപ്പനായി ഇവനെ ദൂരെ വെച്ചേ കണ്ടത്. നമ്മളെ കാണുന്ന അറിയുന്ന ഒരു നല്ല ദൈവം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാനരായ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇവിടെ ആരും നിന്നെ അറിയത്തില്ലെങ്കിലും കാണുന്നില്ലെങ്കിലും ആരും നിന്നെ ഗവനിക്കുന്നില്ലെങ്കിലും നിന്നെ അറിയുന്ന ഒരു യേശുവുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു യേശുവുണ്ട്, നിന്നെ ആവശ്യമുള്ള ഒരു യേശുവുണ്ട്. ഇന്ന് രാത്രി ആ യേശുവിന്റെ പാദാന്തികെ നീ സമർപ്പിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നാം ദൈവത്തെ കണ്ടതല്ല, നാം ദൈവത്തെ തെരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാ. അതാ 1:4 വായിച്ചോ. 1:4 വായിച്ചോ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാണ്. തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുക. നാം ദൈവത്തെ തെരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാ. നമ്മുടെ ഇരിപ്പ് കണ്ടാ നമ്മൾ ദൈവത്തെ തെരഞ്ഞെടുത്ത് പന്തൽ കയറി ഇരിക്കുന്ന പരുവത്തിനാ ഇരിക്കുന്നേ. സ്തോത്രം. അല്ലല്ലല്ല, ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാ. കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാ. യോഗ്യത കൊണ്ട് തെരഞ്ഞെടുത്തതല്ല, യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാ തെരഞ്ഞെടുത്തത്, ഇല്ലേ? പക്ഷെ എൻ്റെ യോഗ്യത കൊണ്ടാ ദൈവം എന്നെ തെരഞ്ഞെടുത്തത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയല്ല, ചില കാര്യങ്ങൾ അവരോട് ചോദിക്കാനുണ്ട്. നമുക്ക് യാതൊരു യോഗ്യതയില്ലായിരുന്നു. യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാ അവിടുന്ന് നമ്മളെ തെരഞ്ഞെടുത്തത്. സ്തോത്രം. ഞാൻ എൻ്റെ അനുഭവത്തോട് ബന്ധപ്പെട്ട് പറയും, കൂടെ പറയുമ്പോൾ ചിലർക്ക് അത് ആവർത്തന വിരസതയായിട്ട് തോന്നും, പക്ഷേ പറയാതിരിക്കാനൊക്കത്തില്ല. എൻ്റെ വീട് കാവാലത്താ, കുട്ടനാട്ടില കാവാലം. നിങ്ങൾക്കറിയാം, ചിലർക്കറിയാം, ചിലർ വന്നിട്ടുണ്ട്, ചിലർക്ക് നാടുമായിട്ടൊക്കെ പരിചയമുള്ളവരുണ്ട്. എത്രയോ ഈ നേരം പോയ വരുത്ത നീ അവൻ്റെ മുടിവെട്ടും കുഴപ്പമില്ല, എന്നാലും ഇങ്ങോട്ട് ശ്രദ്ധിച്ചിട്ട്. അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ ഉന്നതന്മാരായ ധാരാളം ആൾക്കാരുണ്ട്. പണ്ടൊരു അമ്മയായിട്ട് വർത്തമാനം പറഞ്ഞൊരു കല്യാണ കേസിന് വേറെ ഒരു സഹോദരൻ്റെ കല്യാണത്തിന് എന്നെയും കൂടെ കൊണ്ടുപോയി ആലോചിക്കാൻ. അപ്പം പെണ്ണ് ചെറുക്കൻ്റെ വീട് പറഞ്ഞ് കാവാലത്ത്. അവൻ്റെ തള്ള പറഞ്ഞ് വെള്ളക്കുഴി അല്ലയോ എന്ന്. ആട്ടെ, വെള്ളക്കുഴിയാ. പക്ഷെ എത്രയോ ശ്രേഷ്ഠന്മാർ, ഉന്നതന്മാര് ലോകപരമായി കാണും. കായൽ രാജാവാ മുരിക്കൻ. ആരേലും കേട്ട് തന്നെ തൊമ്മച്ചനും അവതച്ചനും എല്ലാം മുരിക്കൻ. ഞാൻ കേട്ടില്ല.
പിന്നെ ഒന്നും അറിയാൻ മേലാത്ത പോലെ ഇരുന്നത്. മുരിക്കൻ കായൽ രാജാവ് 3 കായലെന്ന് ഉദ്ദേശിച്ചത് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. വേമ്പനാട്ട് കായൽ വളച്ചിഞ്ഞെടുത്തു. അത് രാജാവ് ഓർഡർ കൊടുത്തു. ഭക്ഷ്യക്ഷാമം വന്നപ്പം കായൽ വളച്ച് കൃഷി ചെയ്യാൻ പറഞ്ഞു. ആയിരക്കണക്കിന് ജോലിക്കാരെ നിർത്തി തെങ്ങും കുറ്റി അടിച്ച് മടയിട്ട് വേമ്പനാട്ട് കായൽ വളച്ച് കൃഷി നടത്തി. 3 കായൽ. ചിത്തിര മാർത്താണ്ഡ റാണി അവിടെ കൊയ്യാൻ പോയ പെണ്ണുങ്ങൾ ഇതിനകത്ത് കാണും. പിന്നെ കായൽ രാജാവെന്നാ പറഞ്ഞത്. മുരിക്കൻ നിർണയിക്കാൻ പറ്റാത്ത സ്വത്താ. പക്ഷേ അദ്ദേഹത്തെ ദൈവം തെരഞ്ഞെടുത്തില്ല. ഒരു പറ നിലം പോലും ഇല്ലായിരുന്ന എന്നെ ദൈവം തെരഞ്ഞെടുത്തു. 10,000 ഏക്കർ നിലം കിടക്കുകയാണ് പുള്ളിക്ക്. വീടും പരിസരവും ഒക്കെ പോയി ഒന്ന് കാണണം. ഗോഡൌണും ഒക്കെ ഒന്ന് കാണേണ്ടതാ. നമുക്ക് ഒരു ഓട് പോലും ഇല്ല, ഒരു പറ നിലം പോലും ഇല്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ട ബക്കിംഗ്ഹാം പാലസിൽ നിന്ന് വന്നിരിക്കുന്നത് പോലെ. പക്ഷേ ഞാൻ ഇവിടെ ഒന്നും വന്നിരിക്കണ്ടേ. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞേ. കായൽ രാജാവ് കിടക്കെ അദ്ദേഹത്തെ ദൈവം തെരഞ്ഞെടുത്ത. ഈ പൊട്ടനും പോഷനുമാകുന്ന എന്നെ ദൈവം തെരഞ്ഞെടുത്തു. കാവാലത്തെ പ്രഗത്ഭമായ ഒരു തറവാടാ, നായർ തറവാടാ, ചാലയിൽ തറവാട്. അവിടുത്തെ പ്രധാനപ്പെട്ട ആളായിരുന്നു സർദാർ KM പണിക്കർ. പഠിച്ചിട്ടുള്ളവർക്കറിയാം. നെഹ്റു മന്ത്രിസഭയിൽ അംബാസിഡർ ആയിരുന്നു. മൈസൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ അനന്തരവക്കന്മാരാ ട്രാവൻകൂർ സിസ്റ്റേഴ്സ്, ലളിത പത്മിനി രാഗിണി. അദ്ദേഹത്തിന്റെ പെങ്ങടെ മകനാ കാവാലം നാരായണൻ പണിക്കർ. അദ്ദേഹത്തിന്റെ മകനാ കാവാലം ശ്രീകുമാർ. അവരുടെ ഒരു കസിനാ ഡോക്ടർ അയ്യപ്പ പണിക്കർ. എല്ലാം പ്രഗത്ഭന്മാരാ. പക്ഷേ അവർക്ക് കിട്ടാത്ത ഭാഗ്യമാ ദൈവം എനിക്ക് തന്നത്. അവരൊക്കെ ലോകപരമായി സാമൂഹികപരമായിട്ടൊക്കെ വളരെ ഉന്നതന്മാരാ. ചരിത്രം കേട്ടിട്ടുണ്ട്. ഈ കലാമണ്ഡലം കാവാലത്താ വരണ്ടെന്നാ. അല്ല, തള്ളയുടെ കാര്യമല്ല. കലാമണ്ഡലമേ തള്ളയാലും അങ്ങോട്ട് വരാഞ്ഞത് നന്നായി. അല്ല, പെണ്ണുങ്ങൾ കോയിത്തരുവായിക്ക് കണ്ടിച്ച് കളഞ്ഞാൻ. അയ്യോ, മൂച്ചുള്ള പെണ്ണുങ്ങളാ. അപ്പം പഴയ ആൾക്കാർ പറഞ്ഞത് കലാമണ്ഡലം അത് കാവാലത്ത് വരാൻ സർദാർ പണിക്കരുമായിട്ട് സംസാരിച്ചെന്നാ പറയുന്നത്. വള്ളത്തോൾ നാരായണ മേനോൻ ചാലകത്തറവാട്ടി വന്ന് രാത്രിയിൽ അവര് ഉന്നതന്മാരല്ലേ സംസാരിച്ചു. ചമ്പക്കളം പാച്ചുപിള്ളി എന്ന് പറയുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് കഥകളി നടത്തി. അന്നത്തെ തറവാട്ടുകാരിലായിരുന്ന കഥകളി ആസ്വദിച്ചു. അപ്പോൾ അവർ തമ്മിൽ കൂടി ആലോചിച്ചെന്നാ പറയുന്നത്, നമുക്ക് ഇവിടെ ഒരു കലാമണ്ഡലം സ്ഥാപിക്കണം. അപ്പൊ അത് കാവാലത്താകട്ടെന്ന് പറഞ്ഞെന്നാ പഴയ ആൾക്കാർ പറയുന്നത്. പക്ഷെ അന്ന് അവിടെ വരാഞ്ഞതിന്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് കൈത്തോടും ഒക്കെ ഉള്ളത് കൊണ്ട് ഇന്നത്തെ പോലെ മണ്ണിട്ട് നികത്താനൊന്നും അന്ന് ഒക്കുകയല്ലായിരുന്നു. ഇപ്പോഴും ഒക്കത്തില്ല. ഇടക്കാലം കൊണ്ട് ഒത്തിരി നികത്തിയല്ലോ. അന്ന് ഒട്ടും വെക്കുകയല്ല. പാലവും തോടും വെക്കുക. അതുകൊണ്ടായത് നേരെ തൃശ്ശൂര് ചെറുതുരുത്തിക്ക് പോയത്. അല്ലെങ്കിൽ ആ തള്ളയെല്ലാം അവിടെ വരേണ്ടതായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, അത്രയ്ക്ക് ഉന്നതന്മാരുണ്ടെന്നായി പറഞ്ഞതേ സർദാർ KM പണിക്കർ അവർകൾ. അദ്ദേഹം മൺമറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിനും കുടുംബത്തിനും ലഭിക്കാത്ത പദവിയാ ദൈവം എനിക്ക് തന്നത്. സ്തോത്രം. ഈ ഭോഷനാകുന്ന പൊട്ടനാകുന്ന കഴിവില്ലാത്ത എനിക്ക് ദൈവം കൃപ തന്നു. കുട്ടനാട്ടിൽ അങ്ങനെ ഉന്നതന്മാർ ഒത്തിരി ഉണ്ട്. IC ചാക്കോ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ മനുഷ്യനുണ്ടായിരുന്നു. അത് കടന്നുപോയി. റോമൻ കാത്തലിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടയാൾ IC ചാക്കോ. അദ്ദേഹം 1800കളിൽ ലണ്ടനിൽ പോയി പഠിച്ചയാളാ. ഭൂഗർഭശാസ്ത്രത്തെ പറ്റി നന്നായിട്ട് പഠിച്ച് ഇവിടെ വന്നതാ. 65 കൊല്ലം മുമ്പ് പുള്ളി പറഞ്ഞു കുട്ടനാട്ടിൽ കുടിവെള്ള ക്ഷാമം വരുമെന്ന്. അന്നേരം അന്നത്തെ വിദ്വാന്മാർ പറഞ്ഞു അയക്ക് വട്ട, ലണ്ടനിൽ പോയതിൻ്റെ വട്ട എന്ന്. ഇപ്പൊ താണ്ട കുടിവെള്ളത്തിന് കിടന്ന് കുഴയുക. അത്രയ്ക്ക് പ്രഗത്ഭനായിരുന്നു IC ചാക്കോ. അദ്ദേഹത്തിന് ഡിഗ്രി എഴുതണേ 200 പേജിന്റെ ബുക്ക് വേണം. എൻ്റെ അഭിപ്രായം അങ്ങ് പറഞ്ഞതാ. അത്രയ്ക്ക് ഉന്നതൻ. യവന്മാരെ 4 പേരെ ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ ഈ യോഗം വിജയിക്കുകയല്ല. 4 സ്ഥലത്തിരുത്തണം. ഇനി നിങ്ങൾ വർത്താനം പറഞ്ഞ സ്റ്റേജെ കൊണ്ടിരുത്തും. ഇവിടെ കസേര കിടപ്പുണ്ട്. മിക്കവാറും നിന്നെ ഞാനിരുത്തും സ്റ്റേജിൽ.
അടാ കാലം കുടയ്ക്ക് ഇനി അവൻ വർത്താനം പറഞ്ഞ ഒരു പിടി പിടിച്ചോണം, പിടിച്ചേച്ച് ഇനി തന്നാ മതി. അപ്പൊ ശ്രദ്ധിച്ചേ, അത്രയ്ക്ക് ഉന്നതന്മാരുണ്ടെന്ന്. ഉന്നതന്മാര് ഹരിത വിപ്ലവത്തിന് നാന്ദി കുറിച്ച ആളാണല്ലോ അടുത്ത കാലത്ത് മൺമറഞ്ഞ MS സ്വാമിനാഥൻ. അദ്ദേഹം മങ്കമ്പുകാരനാ, കുട്ടനാട്ടുകാരനാ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് അന്നേരം ആ തള്ള പറഞ്ഞ വെള്ളക്കുഴിയാന്ന്. അത്രയ്ക്ക് ഉന്നതന്മാരും പ്രഗത്ഭന്മാരും മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും ലോകപരമായിട്ട് അനേകരുണ്ട്. വിദ്യാനിപുണന്മാർ, മാഹാത്മ്യമുള്ളവര്, കുടുംബശ്രേഷ്ഠതയുള്ളവര്, എൻ്റെ ഭാഷ ആഢ്യത്വമുണ്ടെന്ന് അവകാശപ്പെടുന്നവരൊക്കെ ധാരാളം കിടക്കുമ്പോൾ അവർക്കാർക്കും വെളിപ്പെടാത്തതും മനസ്സിലാകാഞ്ഞതുമായ ഈ സത്യം ആമേൻ ദൈവം എനിക്ക് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, യേശുവിനെ അറിയുവാൻ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ, സത്യദൈവത്തെ ഭജിക്കുവാൻ, ക്രിസ്തുവിനെ അറിയുവാൻ ദൈവം ഭാഗ്യം നൽകി. എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി, വാഴ്ത്തിടും സതതം പ്രിയാതവ നിത്യം പാടും കീർത്തനം ഞാൻ, വാഴ്ത്തിടും സതതം പ്രിയാതവ നിത്യം. ചേർത്തതിനാൽ എൻ്റെ തിരുമാർവിൽ, കാത്തതിനാൽ എന്നെ വഴുതാതെ, എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി, വാഴ്ത്തിടും സതതം പ്രിയാതവ നിത്യം പാടും കീർത്തന. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആട്ടെ, ഇങ്ങനെ പറഞ്ഞാൽ എടുത്ത വാക്യത്തോട് കൂടെ പുലർത്തി പറയാൻ പറ്റാതായി തീരും. അതുകൊണ്ട് അധികം വിസ്തരിക്കുന്നില്ല. 1-ാം അധ്യായത്തിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ആമേൻ. ഈ കൃപയിൽ വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ആയുസ് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്നാന്ന് പറയാം, സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ, ജീവനുള്ള ദൈവമായ യേശുവിനെ അറിയുവാനും ആരാധിക്കുവാനും രക്ഷകനാകുന്ന ക്രിസ്തുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് ഒരു ദൈവ പൈതലായി തീർന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് പറയാ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിൻ്റെ പരിശുദ്ധ നാമമാ. 5 പൈസ കൊടുക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും യേശുവിൻ്റെ ഒക്കെ കൊണ്ട് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. യേശുവിനൊന്നും വേണ്ട, നിന്റെ വസ്തു ഒന്നും യേശുവിന് വേണ്ട. 5 സെന്റ് യേശുവിന് കൊടുത്തേച്ച് കയറി നിയന്ത്രിക്കുക. ധാരാ സഭയ്ക്ക് 5 സെന്റ് സ്ഥലം കൊടുത്ത കറിയാച്ചൻ. കാരണം യേശു കോളനി കിടക്കുകയായിരുന്നു പുറമ്പോക്കില്. പിന്നെ കറിയാച്ചൻ ചെന്നപ്പോൾ, യേശു എന്നെ ഇവിടെ കിടക്കുന്നത്, സ്ഥലമില്ല, ഞാൻ 5 സെന്റ് സ്ഥലം. ഇവിടെ പൊട്ടാ, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാ. ഇതിൻ്റെ 5 ദൈവത്തിന് വേണ്ട. 5 കൊടുത്ത ഗമയൊക്കെ ഒന്ന് കാണണം, വഴി പോലുമില്ല. വണ്ടി വല്ലവരുടെയും പറമ്പ് ഇട്ടേച്ച് വേണം സഭാകളിലോട്ട്. ദൈവത്തിന് വസ്തുവൊന്നും വേണ്ട, ദൈവത്തിന് നിന്റെ കാശും വേണ്ട, ദൈവത്തിന് നിന്റെ സ്വർണവും വേണ്ട, ദൈവത്തിന് ഭൗതിക വസ്തു, നിന്റെ 2 വെടക്കോഴിയും 3 പൂവൻ കോഴിയൊന്നും ദൈവത്തിന് വേണ്ട. പിന്നെ ഈസ്റ്റർ ആയതുകൊണ്ട് 3 പൂവൻ കോഴി, ദൈവത്തിന് പൂവൻ കോഴി. ഇവിടെ കാട്ടിലെ 1000 കാട്ടുകോഴി ഓടി നടക്കുക. നീ ആ പന്തമ്പഴ കാട്ടിലോട്ട് ചെല്ലുക, കാട്ടുകോഴിയുടെ അയ്യര് കളിയാ. അന്നേരം നീ ഞായറാഴ്ച 2 വെടക്കോഴിയായിട്ട് വരിക. ദൈവത്തിന് എന്നെ ചെയ്യാന്ന് പറ. ദൈവത്തിന് നിന്റെ കോഴിയൊന്നും വേണ്ട, ആടും വേണ്ട, മാടും വേണ്ട. കാട്ടിലെ 1000 കാട്ടുപോത്ത് കിടക്കുമ്പോൾ അതിൻ്റെ വെട്ടുവാദം വന്നൊരു കന്നാലി ചുടച്ചൊരു ഒറ്റ ഏറെറിഞ്ഞാൽ എൻ്റെ ഇടപാട് തീരും. 1000 കാട്ടുജന്തുക്കൾ കിടക്കുകയല്ലേ. നിനക്ക് കർത്താവിന് കാളയും വേണ്ട, പോത്തും വേണ്ട, ആടും വേണ്ട, കോഴിയും വേണ്ട, ഒന്നും വേണ്ട. സ്തോത്രം. നിന്റെ മെഴുകുതിരിയും ദൈവത്തിന് ആണ്. യേശു ഇരട്ടത്തിരിക്കുക, 2 തിരി ഇരിക്കട്ടെ, യേശുവിന് 2 തിരി. നീ യേശുവിന് തിരിയൊന്നും വെക്കണ്ട, അവിടുന്ന് വെളിച്ചമാ. അവിടുന്ന് ആ സാക്ഷാൽ വെളിച്ചം.
യേശുവിന് ഇതൊന്നും ആവശ്യമില്ല. യേശുവിന് നിന്നെ ആവശ്യം. ഇന്ന് രാത്രി നിന്നെ യേശു സ്നേഹിക്കുന്നു. ഒരുപക്ഷെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ചാർച്ചക്കാരോ ബന്ധുമിത്രാദികളോ ആരും നിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, യേശു ക്രിസ്തു. ദൈവ സ്നേഹമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഭൗതിക വസ്തുക്കൾ കൊടുത്ത് ദൈവത്തെ പാട്ടിലാക്കാം എന്നാരും ധരിക്കരുത്. അബദ്ധമാണ്. ഇന്ന് രാത്രി നമ്മെ ദൈവത്തിനായി ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 1-ാം അധ്യായത്തിൽ അവിടുന്ന് തെരഞ്ഞെടുത്ത വിഷയമാണ്. ഞാൻ ആ ഭാഗം ഒന്നും ഇനിയും വിസ്തരിക്കുന്നില്ല, സമയത്തെയും കൂടെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. നമ്മൾ വായിച്ച ആ 16-ാം വാക്യം ഒന്ന് വായിച്ചോ. 1-2 കാര്യങ്ങൾ വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളും. ഇത് ദുഷ്കാലമാകയാൽ സമയം ഒരു വല്ലാത്ത കാലത്തിലേക്കാണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. തിമോഥെയോസിന്റെ ലേഖനം പഠിക്കുമ്പോൾ ഇത് അന്ത്യകാലമാണ്. അന്ത്യകാലം ഇല്ലയോ? അങ്ങനെയല്ലയോ 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും പെട്ടെന്ന് വായിച്ചോ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. വല്ലാത്ത കാലമാ, ദുഷ്കാലമാ, അന്ത്യകാലമാ. ആ കാലത്തിന്റെ പ്രത്യേകത അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും. നോക്കിയേ, വല്ലാത്തൊരു കാലമാ ഈ കാലം. നിങ്ങൾ പരിശോധിച്ച ഇതുപോലൊരു കാലം മുമ്പ് ഉണ്ടായിട്ടില്ല. പ്രായമുള്ളവരോട് ചോദിച്ചേ, ഇല്ല. പണ്ടത്തെ കാലം ഇപ്പോഴത്തെ കാലം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബഹുമാനിക്കുന്നില്ലല്ലോ. ഉണ്ടോ? പ്രായമുള്ള അപ്പനെ ബഹുമാനിക്കുന്നുണ്ടോ? അച്ഛാ സത്യം കൈവച്ച് പറ, ബഹുമാനിക്കുന്നുണ്ടോ കൊച്ചുങ്ങള്? ബഹുമാനിക്കാന്ന് ഈ ഇരിപ്പിരിക്കുകയല്ലോ. അയ്യോ, ബഹുമാനിക്കുന്നൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാം. പണ്ട് ഇതുപോലുള്ള പിതാക്കന്മാര് തിണ്ണയിലിരുന്നാലേ കൊച്ചു പെമ്പിള്ളാര് നടമുറിയിൽ നിന്ന് തിണ്ണയിലോട്ട് വരുമ്പോൾ അമ്മമാര് പറയും, ഡി ചാൻ അവിടെ ഇരിപ്പണ്ട, പുറകോട്ട് പോകാൻ പറയും. അല്ലേ? നിങ്ങളുടെ കുഞ്ഞുനാൾ ഓർത്തെ. അച്ചായ മാതൊക്കെ പത്രം വായിച്ചോ ബൈബിള് വായിച്ചോ അല്ലേ വെറുതെ ആണെങ്കിലും ഇരിക്കട്ടെ. കൊച്ചു പെമ്പിള്ളാര് ഓടി ഇങ്ങോട്ട് വരുമ്പോൾ അമ്മമാര് പറയും, അല്ലേ വല്യമ്മ പറയും, ഡി ചാൻ അവിടെ ഇരിക്കുന്ന പുറകോട്ട് പോകാൻ പറയും. ഇതിലേ വരുന്നതാ എളുപ്പം, എന്നാലും വിടുകയല്ല. അതുപോലെ തന്നെ പണ്ട് പറയും, അതൊക്കെ പറ, ചാൻ അവിടെ ഇരിക്കുന്നു. അല്ലേ? ഇപ്പോഴോ? ഇപ്പൊ അച്ചാനാന്ന് പറഞ്ഞ് വാതിക്കറിന് ഒറ്റ അടിക്കുന്നതിനെ കനാലിൽ കളയും. നീ അരിച്ചാനാന്നും പറഞ്ഞ് തന്നെ കയറിയിരുന്ന. കാരണം അവർക്ക് മെസ്സേജ് വാട്സപ്പിനകത്തോടെ വന്നുകൊണ്ടിരിക്കുമ്പോ നീ അരിച്ചാന്ന് പറഞ്ഞ ഒറ്റ അടിക്കുന്നതിനെ അവള് തന്നെ. അവളിപ്പം കുംഫു പഠിക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊരു വല്ലാത്ത കാലമാണ്, വല്ലാത്ത കാലം. ഞാൻ ഒത്തിരി അവിടെ നിന്ന് പറയാനുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. ആര് തന്നെ പറഞ്ഞാലും നീതിയിൻ വഴി തേടാതെ, ആര് തന്നെ പറഞ്ഞാലും നീതിയിൻ വഴി തേടാതെ, പാപമങ്ങനെ ചെയ്തവർ പരമാവധിയോട് നശിച്ചിടും. ദൈവക്രോധത്തിൽ നീയും വെന്തരിഞ്ഞു ചാകരുതേ, നിത്യാതീയിൽ വീഴരുതേ. ദൈവക്രോധത്തിൽ നീയും നിത്യാതീയിൽ വീഴരുതേ. ഇന്ന് തന്നെ രക്ഷ നേടുക, ഇന്നു തന്നെ. ശ്രദ്ധിക്കുക, ഒരു വല്ലാത്ത കാലമാണ്. അധികം വിസ്തരിക്കുന്നില്ല. ആ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. പിന്നെ മനുഷ്യർ സ്വസ്നേഹികളും. എല്ലാവരും സ്വസ്നേഹികളാ. മറ്റൊരു തന്റെ കാര്യം ശ്രദ്ധിക്കുന്നുമില്ല. അവന് ഒരു സഹായമോ ഒരു അതങ്ങനെ ഇല്ല. മിക്കവരും അങ്ങനെ സ്വസ്നേഹികളാ. എന്റെ വല്യമ്മച്ചി എപ്പോഴും പറഞ്ഞൊരു ഭാഷ കൊണ്ട് ചിലരുടെ ചിന്തയാ, ഒന്നേ പഴുക്കാവൂ എനിക്കേ കിട്ടാവൂ. അല്ല, ഇതാ മിക്കവരുടെയും ചിന്ത, ഒന്നേ പഴുക്കാവൂ എനിക്കേ കിട്ടൂ. അങ്ങനല്ല, എല്ലാം പഴുക്കട്ടെ, എല്ലാവർക്കും കിട്ടട്ടെ. എല്ലാ സ്വസ്നേഹികളാ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ചില ഒരാളുടെ ഒരു വിഷയം പറഞ്ഞാൽ കേൾക്കാൻ പോലും താല്പര്യം. അവരിങ്ങനെ റേഡിയോ ഓൺ ചെയ്ത് പോലെ അവരുടെ കാര്യം നമ്മൾ കേട്ടു, എന്നിട്ട് പറയാം ഞാൻ പോവാ, സമയമില്ലെന്ന്. ഇതെല്ലാം നമ്മള് സ്വസ്നേഹികളാ. അങ്ങനെയുള്ള ആൾക്കാർ വീട്ടിലുമുണ്ട്. ഭാര്യയ്ക്കും പിള്ളേർക്കും ഭക്ഷണം ഉണ്ടോ, വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ നോക്കാത്ത ആണുങ്ങളുണ്ട്.
രാവിലെ വാ പോലും കടുകാതെ നേരെ പോയി ചായക്കട ഇരിക്കുക, അവൻ 2 ചായ മോന്തി കുടിക്കുക. എന്റെ പിള്ളേരും ചായ കുടിക്കുന്നുണ്ടോ, നീ നോക്കുന്നുണ്ടോ? നിങ്ങളുടെ കാര്യമല്ല, പിന്നെ മുഖഭാവനത്തിന് വ്യത്യാസം വരുമ്പോ എനിക്ക് ഡൗട്ട് അടിക്കും. സ്വന്തം കാര്യമല്ലേ, അത് പാടില്ല. ഞാൻ അങ്ങനെയുള്ളവരോട് പറയും, ചായക്കട കുടിക്കുന്നതിന് ഞാൻ എതിര് പറഞ്ഞതല്ല. നീ പോയി രാവിലെ നല്ല കടുപ്പം കുറച്ചോ ചായ കുടിക്കുക, നിന്റെ പിള്ളേരും ഭാര്യയും വീട്ടില്ല. അപ്പം ആ ചായക്ക് കൊടുക്കുന്ന പൈസയുടെ കൂടെ 10 രൂപയും കൂടെ ഇട്ടാൽ 1 കവർ പാല് മേടിച്ച് അവിടെ കൊടുക്കുകയാണെങ്കിൽ അവൾ അത് കാച്ചി നിന്റെ പരുവത്തിന് ചായക്കടക്കാരൻ തരുന്നതിലും കുറച്ചുകൂടെ നിറച്ച് അവള് തരും, അത് ഉറപ്പാ. പ്രായമുള്ള അമ്മയ്ക്കും അപ്പനും ഓരോ തോടം, കൊച്ചുങ്ങൾക്കും അവളും കുടിക്കും. ഇതല്ലേ എൻ്റെ മര്യാദ. നീ കണ്ണ് കിള്ളി പൊളിച്ചാണ് നേരെ മുക്കടയ്ക്ക് പോവുക, എന്നിട്ട് ഒടിഞ്ഞ വെഞ്ച കയറി ഇരിക്കുക, കാലും മറപ്പിച്ച്. രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും സ്വസ്നേഹികളല്ലേ. കടയിൽ പോവുക, 2 ഏത്തക്ക മേടിക്കുക, വീട്ടിൽ അപ്പനുണ്ട് അമ്മയുണ്ട് ഇളയത്തുങ്ങളുണ്ട്, കൊടുക്കുകയല്ല 2 ഏത്തക്ക. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കഥ കടച്ചേച്ച് അവനും പെമ്പളും കൊടുത്ത് പമ്മി ശബ്ദം ഉണ്ടാക്കാതെ കഴിക്കാൻ. എന്നോടൊരു തള്ള പറഞ്ഞതാ, എൻ്റെ ഭാഷയെ അവര് കട്ട്ലേറ്റും ഒക്കെ മേടിച്ച് കൊണ്ടുവരും, എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ തരികയല്ല. ഞാൻ ചമ്മച്ചി അങ്ങനെ ഉണ്ട്. അയ്യോ, ഒരു ദിവസം കൂടനങ്ങുന്ന കേട്ടെന്ന്, കിലിക്കിലിക്കിലിക്കില്ലാന്ന് കൂട്. തള്ളയും മൂച്ചുള്ള തള്ളയാ. തള്ള പോയി ഒളിഞ്ഞു നോക്കി. ഒളിഞ്ഞു നോക്കിയപ്പം 2 പേരും കട്ട്ലേറ്റ് തിന്നുക. അങ്ങനെയുള്ള എല്ലാ ഈ കൊലയിലുള്ളതല്ലേ. അതെ, എല്ലാവരും സ്വസ്നേഹികളാ, അത് പാടില്ല. അപ്പൊ അന്ത്യകാല ലക്ഷണമാ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയ മനുഷ്യന് സ്വസ്നേഹികളും പിന്നെ ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും. വമ്പ് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചേ, വമ്പ് പറയുന്ന കേട്ടില്ലേ? എന്തോ വമ്പ് പറയും. വിശേഷിച്ച് നമ്മുടെയൊക്കെ സാക്ഷിയോഗത്തിലാ വമ്പ്. കഴിഞ്ഞ ദിവസം ഞാൻ മരിക്കേണ്ടതായിരുന്നു, ചുമ്മാതാ ഒരു തലവേദന വന്നേനാ. ഹല്ലേലൂയ, നന്ദിയോട് നിന്നങ്ങ് കറങ്ങുക, കുടച്ചക്കരം കറങ്ങും പോലെ നന്ദിയോട് ശ്രദ്ധിക്കുന്നു. ഞാൻ ഇന്ന് പകല് കാണുമെന്ന് വമ്പ് പറയുക. ഇത്രയും പറഞ്ഞാൽ മതി. കഴിഞ്ഞ രാത്രിയിലെ പനിയും തലവേദനയായിരുന്നു. ദൈവനാസനെയും വിളിച്ച് ഓർപ്പിച്ചു, ദൈവമക്കളും പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് ഇത്രയും പറഞ്ഞാൽ മതി. പക്ഷെ നിന്ന് വമ്പ് പറയുക. കഴിഞ്ഞ ദിവസം ഒന്നും പറയുന്നില്ല, ഒരാൾ സാക്ഷി പറഞ്ഞു, അങ്ങനെ എൻ്റെ ഉദരത്തിൽ പ്രശ്നമായിരുന്നു, ദൈവത്തിന് മഹത്വം, ഞാൻ അന്തം വിട്ടുപോയി, അവിടെ നിന്ന് ഞാൻ സ്തംഭിച്ചു പോയി, അങ്ങനെ ഇത് ഛർദ്ദിച്ചപ്പോൾ ഒരു 60 ലിറ്ററോളം. അയ്യോ, 60 ലിറ്റർ എന്ന് പറഞ്ഞാൽ പെട്രോൾ കൊണ്ടുവന്ന ടാങ്കർ ലോറി പോകുമ്പോഴല്ലേ. 60 ലിറ്റർ വമ്പ് പറയുന്ന ആൾക്കാരുണ്ട്. പണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു മുഴ ഒരാൾക്ക് സൗഖ്യമായി. അത് അന്ന് പുള്ളി പറഞ്ഞു, അയ്യോ ഇവിടെ ഒരു മുഴയുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചപ്പം സൗഖ്യമായി. പിന്നെ പുള്ളിയെ വലിയൊരു സ്റ്റേജിൽ കയറ്റി സാക്ഷി പറയിപ്പിച്ചു. അപ്പം ലൈറ്റും വെട്ടോ ആളും ഓളം കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, സുത്തുറമുള്ളൊരു മുഴ. പുള്ളി എൻ്റെ 2 ആഴ്ച പറഞ്ഞതാ, ചെറിയൊരു മുഴ പ്രാർത്ഥിച്ചതാ. അത് വണ്ടിക്കൂലി മുടക്കി സ്റ്റേജിൽ കയറിയപ്പം പാമ്പ് പറയും. അതെ, വിവരിക്കുന്നില്ല, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്. അന്ത്യകാലത്തിന്റെ ലക്ഷണമാ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും പിന്നെ അഹങ്കാരികളാ. നിങ്ങൾ ശ്രദ്ധിച്ചേ, അഹങ്കാരികൾ ധാരാളമില്ലേ. മറ്റുള്ളവരെ കരുതാനോ സ്നേഹിക്കാനോ ആദരിക്കാനോ ഒന്നും ചില സംസാരം ശ്രദ്ധിച്ച് അഹങ്കാര വർത്താനമല്ലേ പറഞ്ഞേ അല്ലേ. ഇനിയിപ്പോൾ ഈസ്റ്ററിന് ഞായറാഴ്ച കാണാം അഹങ്കാരം. അരിച്ചു കിറങ്ങി പ്ലാച്ചേരി മുക്കിന് ഉടുത്ത മുണ്ടൂടെ പറിച്ചതെല്ലാം, എന്നെ അറിയാമോ അല്ലേ. ഞായറാഴ്ച കരുതി ദുഃഖമെല്ലാം തീരാൻ പോവാ. അഹങ്കാരികളും പിന്നെ ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും പിന്നെ നന്ദി കെട്ടവരും അശുദ്ധരും. അതെ, താഴോട്ട് നിങ്ങൾ വായിച്ചോ, നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. ഏതായാലും ഒരു കാര്യം പറയാ, ഇത് ദുഷ്കാലമാ. ഇവിടെ പൗലോസ് ലേഖ എഫേസ്യ ലേഖനം 5:16 പറയുക, ദുഷ്കാലമാകയാൽ സമയം തക്കത്തിന് ഉപയോഗിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയുക, എപ്പോഴും അവസരം കിട്ടിയെന്ന് വരികയല്ല, എപ്പോഴും സാവകാശം ഒത്തെന്ന് വരികയല്ല. നിനക്ക് ലഭിക്കുന്ന അവസരം നീ തക്കത്തിൽ ഉപയോഗിക്കണം.
പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അതാ പ്രധാന ദൂത്. എന്റെ ഭാഷയെ പറയാൻ എല്ലാവരും ഉൾക്കൊള്ളത്തില്ല. എടാ, ആരാധിക്കാൻ അവസരം കിട്ടുമ്പോൾ ദൈവത്തെ ആരാധിക്കണം. കൈയടിക്കാൻ ആക്കമുള്ളപ്പോൾ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശബ്ദമുള്ളപ്പോൾ ഒരു ഹല്ലേലൂയ ഉറക്കെ പറയണം. പ്രൈസ് ദി ലോർഡ്. ആക്കമുള്ളപ്പം നടത്തിപ്പുണ്ടെങ്കിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. കണ്ണിന് കാഴ്ചയുള്ളപ്പം വേദപുസ്തകം വായിക്കണം. കേൾക്കാൻ അവൻ അവസരമുള്ളപ്പം വചനം കേട്ടോണം. അവൻ വല്ലതും കൊടുക്കാൻ സാവകാശം ദൈവം തരുമ്പോൾ കൊടുത്തോണം. നടന്നു വരാൻ ആക്കമുള്ളപ്പം യോഗത്തിന് നടന്നു വരണം എന്ന് പറഞ്ഞാൽ അവസരമൊന്നും നഷ്ടപ്പെടുത്തി കളയരുത്. എപ്പോഴും അവസരം കിട്ടത്തില്ല. ഇത് സുപ്രസാര കാലമാണ്. ഇത് രക്ഷാ ദിവസമാണ്. ഇന്ന് രാത്രി യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കുവാൻ, യേശുവിനായി സമർപ്പിക്കുവാൻ, യേശുവിനെ ആരാധിക്കുവാൻ, യേശുവിനെ സേവിക്കുവാൻ ഇന്ന് രാത്രി നല്ല അവസരം ദൈവം നിനക്ക് തരിക. ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ആരോഗ്യമുള്ളപ്പോൾ എല്ലാം ഉഴപ്പി അടിച്ച് നടന്ന ചവതാനെ അങ്ങേയറ്റം പറ്റുമ്പം വടിയും കുത്തിപ്പോവാ. എവിടെ പോകുന്നു? കുമ്പനാട്ട്. കുമ്പനാട്ട് ബൈസ്കൂളിൽ പഠിക്കാൻ. ഇപ്പൊ എന്തുകൊണ്ട് പറയാ? 89. ഈ വലിവായിട്ട് എന്നിട്ട് ഇനി എന്നെ എടുക്കാനാ? പ്രായമുള്ളവർ വരരുതെന്നോ വേറെ പുസ്തകം പഠിക്കരുതെന്നോ വേല ചെയ്യരുതെന്നല്ല എൻ്റെ വാദം. പുസ്തകത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, ബാല്യത്തിലെ നുകം ചുമക്കുന്നത് പുരുഷന് നല്ലതാ. നിന്റെ യൗവന രക്തം കർത്താവിനായി ഉപയോഗിക്കണം. ആക്കമുള്ളപ്പം ദൈവത്തെ ആരാധിക്കണം. ആരോഗ്യമുള്ളപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ച 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് രാത്രിയിലെ മെസ്സേജ് നിർത്താം. കൂടുതലും ദൈവമക്കളാണല്ലോ ഈ കേൾക്കുന്നത്. ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഒരു വാക്യം വായിച്ച് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. എല്ലാം നിങ്ങൾക്ക് അറിവുള്ള വാക്യമാ, എങ്കിലും ഓർപ്പിക്കുന്നത് നിങ്ങൾ വായിച്ചോ. 32:26. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. ഒന്നുകൂടെ വായിച്ചേ. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിൽ ഉള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. മോശ പാളയത്തിന്റെ വാതിൽക്കൽ ചോദിക്കാം, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. തലേ മാറി നിൽക്കട്ടെ, പുസ്തകത്തിലില്ല, പിച്ചും പറയരുത്. യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്ക വരട്ടെ. അടുത്തത്. എന്നാറേ ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. അവന്റെ അടുക്കൽ വന്നുകൂടി. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇത് നന്നായിട്ട് വിവരിച്ച് വിസ്തരിച്ച് പറയേണ്ട ഭാഗമായെങ്കിലും കമ്പിവാചകം പോലെ പറഞ്ഞങ്ങ് വിടാം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇവിടുത്തെ പശ്ചാത്തല ഭാഗം അറിയാം. മോശ പ്രമാണം വാങ്ങാൻ പർവ്വതത്തിലോട്ട് പോയി. മോശയെ കാണുന്നില്ല. അപ്പൊ പോകുന്നതിന് മുന്നേ മോശ അഹരോനെയും ഹൂരിനെയും യോശുവയൊക്കെ കൂട്ടിവെച്ച് ജനത്തോട് മോശ പറഞ്ഞു, പിന്നെ ഞാനും യോശുവയും കൂടെ പർവ്വതത്തിലോട്ട് പോവുക പ്രമാണം വാങ്ങാൻ. പിന്നെ മൂപ്പന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കണം. ആർക്കെങ്കിലും വല്ല കാര്യമോ ഉണ്ടായാൽ ഹൂരും അഹരോനും ഇവിടെ ഉണ്ടല്ലോ. ഒന്ന് വായിച്ചേ. 24-ാം അധ്യായത്തിന്റെ 12 മുതലല്ലേ? ഒന്ന് വായിച്ചോ. 13 മുതൽ വായിച്ചോ. അതല്ലേ? എനിക്ക് തെറ്റിയെങ്കിലും ഒന്ന് തിരുത്തി ക്ലിയർ ആക്കി തരികയും ചെയ്യണം. വായിച്ചേ. അതിന്റെ 13 മുതൽ വായിച്ചു. പിന്നെ യഹോവ മോശയോട്, അല്ല 13 മുതൽ വായിച്ചോ. അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരനായ യോശുവയും എഴുന്നേറ്റു. മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി. മോശയും കൂടെ എഴുന്നേറ്റ് മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി. പിന്നെ അവൻ മൂപ്പന്മാരോട് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം, ഞാനും യോശുവയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം ഇവിടെ താമസിപ്പീൻ. നിങ്ങൾ എല്ലാരും ഇവിടെ കാണണം. പിന്നെ അഹരോനും ഹൂരും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. അവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ രണ്ടും മേളിലോട്ട് പോവുക പർവ്വതത്തിൽ. അഹരോനും ഹൂരും ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ആർക്കെങ്കിലും വല്ല കാര്യമോ ഉണ്ടായാൽ ഉണ്ടാകും, അല്ലേ ഉണ്ടായില്ലേ ഇവന്മാർ ഉണ്ടാക്കും. പ്രകൃതി അങ്ങനെ. ചുമ്മാ ഇരിക്കുമ്പോൾ മഴക്കുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഒരാളുണ്ടായിരുന്നു. ഏസ് റോഡിന്റെ അവിടെ ഇങ്ങനെ രാവിലെ നിൽക്കും. മഴക്കാളിയാ. വണ്ടി അവിടെ നിന്ന് വണ്ടി തടഞ്ഞു പറഞ്ഞു, ചേട്ടാ അവിടെ വഴക്ക് വല്ലതും നടക്കുന്നുണ്ടോ? എന്നാ? എനിക്ക് അങ്ങോട്ടൊന്ന് പോകാനാന്ന്.
പേര് സ്ഥലമൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ നിർമ്മിത കഥ പറഞ്ഞതല്ല. പുള്ളി അവിടെ ചെന്ന് കയറിയേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ച് പുള്ളിക്കുള്ളത് രാവിലെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അമ്മായിയമ്മയും മരുമകളെയും കൂടെ തമ്മിൽ തല്ലിയിരിക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഇല്ലേ, ഇതിനകത്തും ഇരിപ്പുണ്ട്. പിന്നെ കൊള്ളാം, അപ്പൊ ഇങ്ങനെ പമ്മി ഇരിക്കുക ഗ്ലോറി എന്നൊക്കെ പറഞ്ഞു. നല്ല ഗ്ലോറിയാ. ഉണ്ട്. തള്ള വരുമ്പോ പറയാം, തള്ള നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത്, നിങ്ങളായി കുടുംബത്ത് നിങ്ങൾ വിട്ടുകൊടുക്കരുതോ. ഞങ്ങളെല്ലാം നിങ്ങളുടെ പുറകെ ഈ കോളനിയിലുള്ള മുഴുവൻ ആൾക്കാരും നിങ്ങളുടെ ഉണ്ടാവും ഒപ്പിച്ചു കൊടുക്കുക. തള്ള ഇത് കേട്ടാ കച്ചമുറി എടുത്ത് കുത്തിയ കയറി വരും, അവളോട് കയറി കൊമ്പ് കോർക്കുക. അവള് വെള്ളം കോരാൻ പൈപ്പിന്റെ അവിടെ ചെന്ന് പറഞ്ഞ്, നീ എന്തിനാടി തള്ളയെ നോക്കുന്നത്, അവളൂടെ നോക്കാൻ പറ, നിനക്ക് മാത്രം. എന്നിട്ട് തള്ളയും മരുമകളും കൂടെ കാർഗിൽ യുദ്ധം. അണ്ണെ നമ്മൾ പറയാം, ലൈറ്റ് അണക്കി. അയ്യോ, കുരുക്കൊപ്പിക്കുന്ന ഒത്തിരി എണ്ണം ഉണ്ട്. ആ മോന്ത കാണുമ്പോ അറിയാം കുരുക്കാന്ന്. ചിലരുടെ മുഖം കാണുമ്പോ അറിയാം നല്ലവരുവാന്ന്. കാണുമ്പോ അറിയാം. പിന്നെ അയ്യോ, ഇത് കലക്കത്തിന്റെ ആത്മാവല്ല, യോജിപ്പിക്കണം. ഇത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്. ഈ ദൈവിക ശുശ്രൂഷ അലോക്യം ഉണ്ടാക്കുന്നതല്ല, അലോക്യം മാറ്റുന്നതാ ശുശ്രൂഷ, തമ്മിൽ തല്ലിപ്പിക്കുന്നതല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ അലോക്യം ഉണ്ടാക്കുകയല്ല, തമ്മിൽ തല്ലിപ്പിക്കുകയല്ല, കൊമ്പ് കോർക്കുന്നതല്ല, തിരിച്ചടിക്കുന്നതല്ല, തെറി പറയുന്നതല്ല, വടിവാളെടുക്കുന്ന മാർഗമല്ല. കർത്താവ് പറഞ്ഞ വാൾ ഉറകിലിട്, അവൻ സ്തോത്രം. ഇത് നമ്മുടെ മാർഗമല്ല. അതല്ലേ എത്രയോ തല്ലുകൊണ്ടിട്ടും പ്രശ്നം ഉണ്ടായിട്ട് സ്തോത്രം പറഞ്ഞ് ഇതൊക്കെ അനുഭവിക്കുന്നത്. നമ്മുടെ മാർഗം തിരിച്ചടിക്കുന്ന മാർഗമല്ല. അതാ സുവിശേഷം, ദൈവത്തിന് മഹത്വം. അപ്പൊ രമ്യതപ്പെടുത്തുക ചെയ്യേണ്ടത്, കലക്കുകയല്ല. ഇത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടൊന്നാക്കുവാൻ വേർപാടിന്റെ നടുചുവർ ഇടിച്ചുവല്ലോ. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടൊന്നാക്കുവാൻ വേർപാടിന്റെ നടുചുവർ ഇടിച്ചുവല്ലോ. സ്വയമതിലില്ല, ഭയമതിലില്ല, സ്വയമതിലില്ല, ഭയമതിലില്ല. താതൻ തൻ ഗീതത്തെ തികപ്പതിനായി പാടാൻ നേരമില്ല. അപ്പൊ ഇത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്. അപ്പോൾ മോശ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് പോകുക, നിങ്ങൾ ഇവിടെ ഇരിക്കണം. അഹരോനും ഹൂരും ഉണ്ടല്ലോ, ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാൽ, ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാൽ അവൻ അവരുടെ അടുക്കൽ ചെല്ലട്ടെ. അങ്ങനെയുള്ളവർ അഹരോന്റെ ഹൂരിന്റെ അടുക്കൽ ചെല്ലട്ടെ. അങ്ങനെ മോശ പർവ്വതത്തിൽ കയറി. ചരിത്രം പറയുന്നത് മോശ പർവ്വതത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ കയറി യോശുവ ആ പർവ്വതത്തിന്റെ അടിവാരത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നെന്ന. എന്തായാലും കൊള്ളാം, മോശ കയറിപ്പോയി, മോശയെ കാണുന്നില്ല. 40 ദിവസമായിട്ട് പുള്ളിയെ കാണുന്നു. ഇന്നത്തെ പോലെ മൊബൈൽ സംവിധാനമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാർ വന്ന് അഹരോനോട് ചോദിച്ചു, എന്ത് ചെയ്യാന്ന് ചോദിച്ചു. ആളുണ്ടോന്ന്. മിസ് കോള് വല്ലതും വന്നോ? ഇല്ല. മെസ്സേജ് വല്ലതും വിട്ടോ? ഇന്നത്തെ രീതി വെച്ചാ ഇല്ല. വാട്സാപ്പ് നോക്കിയായിരുന്നു? എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക, ഒന്നുമില്ല. പുള്ളി എന്നെ റേഞ്ച് ഇല്ലാത്തടത്താണോ? മോശ നല്ല റേഞ്ച് ഇരിക്കുന്നേ. റേഞ്ച് പോയ ദേവന്മാരുടെയാ. ഒടുവിൽ ഒരുത്തൻ ചോദിച്ചു, പുള്ളി ഉണ്ടോ? അപ്പൊ അഹരോൻ പറഞ്ഞു, ആളുണ്ട്. എങ്ങനെ അറിയാം? ഇടയ്ക്കിടയ്ക്ക് കുടുങ്ങുന്നുണ്ട്, പുകയും പൊങ്ങുന്നുണ്ടെന്ന്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പുക അങ്ങോട്ട് പോകുന്നുണ്ട്, പർവ്വതം ഒന്ന് ഇളകും, ദൈവസാന്നിധ്യം അങ്ങോട്ട് വെളിപ്പെടുമ്പോൾ പർവ്വതം. അങ്ങനെ ആ പുസ്തകത്തിൽ വാക്യം, പർവ്വതം മുട്ടാടുകളെ പോലെ തുള്ളിയെന്ന. എൻ്റെ തള്ളയെ പർവ്വതം തുള്ളുന്നെങ്കിൽ പിന്നെ നിനക്ക് തുള്ളാൻ മേലേ. സ്തോത്രം. പർവ്വതം മുട്ടാടുകളെ പോലെ തുള്ളി. അപ്പൊ അഹരോൻ പറഞ്ഞ ആളുണ്ട്. അപ്പൊ ചോദിച്ചു, വരുമെന്നും പറഞ്ഞാ പോയത്. ഈ അലോക്യം അങ്ങോട്ട് ആയപ്പോ ജനമെല്ലാം കൂടെ നിർബന്ധിച്ച് ഒടുവിൽ പറഞ്ഞൊരു കാര്യം ചെയ്യ്, പുള്ളി വരികയോ പോകുകയോ ചെയ്യട്ടെ, ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഇവർക്കൊരു പ്രകൃതി കണ്ടാലേ ഇവര് നടക്കൂ, ദൈവത്തെ കാണണം. അഹരോൻ പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന ദൈവത്തെ ഉണ്ടാക്കാൻ, എനിക്ക് ദൈവത്തെ ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. അമ്മ ജനം നിൽക്കണമെങ്കിൽ പെട്ടെന്നൊരു ദൈവത്തെ തട്ടിക്കൂട്ടി ഉണ്ടാക്കണം. അഹരോൻ പറഞ്ഞു, ജോഡി എൻ്റെ പൊന്നെ അഹരോൻ ചോദിച്ചു, ഞാനങ്ങ് ദൈവം ആയാലോ? അവർ പറഞ്ഞു, നീ ദൈവം ആകണ്ട, അതിനുള്ള
ഒക്കെ ദൈവം കളിക്കാവുന്ന പെണ്ണുങ്ങളുണ്ട്, അവർ നന്നായിട്ട് ദൈവം കളിച്ച് കാശുണ്ടാക്കുന്നുണ്ട്. നീ ഒന്നും ദൈവം കളിക്കണ്ട. ദൈവം കളിക്കുന്ന ഈ പെണ്ണുങ്ങൾക്കാ കാശ് കൂടുതൽ കേട്ടോ. അതെ, നിങ്ങൾ ദൈവം കളിച്ചാൽ കിട്ടുകയല്ല, ഓത്രം പറയാൻ പോലും കൊള്ളുകയല്ല, പിന്നെ ഇനിയും ദൈവം കളിക്കാൻ അതിനൊക്കെ മൂച്ചുള്ള പെണ്ണുങ്ങളുണ്ട്. അഗ്രഹം പറഞ്ഞ് ഞാനങ്ങ് ദൈവമാകാം. ഇല്ലില്ല, നിനക്ക് ദൈവമാകാനുള്ള ഇതില്ല. പിന്നെ എങ്ങനെ ദൈവം? ഒരു കാര്യം ചെയ്യാം. അഗ്രഹം ബുദ്ധിയോടെ പറഞ്ഞ് സഹോദരിമാരോട് പറഞ്ഞു, ആ കുണുക്കെല്ലാം കൂടെ ഊരിക്കൊണ്ട് വരാൻ പറഞ്ഞു. പെണ്ണുങ്ങൾ കുണുക്കും മാലയെല്ലാം ഇട്ട് കാപ്പും വളയൊക്കെ ഇട്ട് നല്ല നികളിച്ച് നടക്കുക. അഗരവൻ പറഞ്ഞൊരു കാര്യം, കുണുക്കല്ലേ, എനിക്ക് ഇവരോട് ഇഷ്ടം. ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ കുണുക്കൂരി അഗരവന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഊരാൻ പറഞ്ഞപ്പോൾ ഊരിയല്ലോ, അത് വലിയ കാര്യമാണ്. ഇന്ന് ചെല്ലി പറഞ്ഞ ഊരിയിട്ടുള്ള ആരാധന വേണ്ടെന്ന. ഇവത്തുങ്ങൾ അതെല്ലാം ഊരി അഗരോന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. എനിക്ക് അഗരോന്റെ ഇഷ്ടം, പുള്ളി ഇതെല്ലാം കൂടെ മേടിച്ചു മുങ്ങിയില്ലല്ലോ. പെണ്ണുങ്ങളുടെ കുണുക്കെല്ലാം കൂടെ മേടിച്ച് അഗരോനെ പിന്നെ കാണുന്നില്ല. പുള്ളി കുണുക്കെല്ലാം കൂടെ മേടിച്ച് കുട്ടിച്ചാക്കിനകത്തോട്ട് ഉടുമ്പി കൂട്ടി കെട്ടിയ അഗരോൻ അതോടെ മുങ്ങി. പിന്നെ നമ്മൾ പരസ്യം കൊടുക്കുക, ഡോക്ടർ റവറന്റെ ആരോനെ കാണാനില്ല, കണ്ടു കിട്ടുന്നവർ. അഗരോനോട് എനിക്ക് ബഹുമാനം. പുള്ളി കുണുക്കെല്ലാം കൂടെ മേടിച്ച് ചുണ്ട കിട്ടില്ല. പുള്ളി ആ കുണുക്കെല്ലാം കൂടെ എടുത്ത് കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ലക്ഷണമൊത്തൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. മിസ്രയീമ്യരുടെ ആചാരങ്ങളിൽ 10 ദൈവമുണ്ട്, അതിലൊരു ദൈവം ആ കാള. ലക്ഷണമൊത്തൊരു കാള, അത് കൃഷിദേവനും കൂടാ. കൃഷിയൊക്കെ ഈ പുള്ളിയെ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ആ കാളയെ അങ്ങോട്ടുണ്ടാക്കി. ലക്ഷണമൊത്തൊരു കാള, 4 കാലും നല്ലൊരു വാലും 2 കൊമ്പും പിന്നെ വായും ചുണ്ടും കിറിയും പള്ളയും മത്തകവും എല്ലാം നല്ല പരുവത്തിനാക്കി ലക്ഷണമൊത്തൊരു മൂരിക്കാളയെ അങ്ങോട്ടുണ്ടാക്കി. അഗരോൻ അങ്ങോട്ട് നിർത്തി വെച്ച പുള്ളി മൈക്ക് കൂടെ അനൗൺസ്മെന്റ് ചെയ്യാം. ഇസ്രായേലേ ഇത് ഏതാ കാളെ ചൂണ്ടിക്കൊണ്ട് വായിച്ചോ. പിന്നെ അവൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുത്തിയ അവരുടെ കയ്യിൽ നിന്ന് കുണുക്കും സ്വർണമെല്ലാം കൂടെ വാങ്ങി ഒരു കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുത്തി. ഭാഷ എന്ന് പറഞ്ഞാൽ ആകൃതി, ഷേപ്പ്, രൂപം, ലക്ഷണമൊത്ത. കാരണം പുള്ളി മിസ്രൈമിൽ ഇത് കണ്ടിട്ടുണ്ട്. കാള അവിടെ അല്ലേ കിടന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ കാള ഉണ്ടാക്കുന്നതും കാളയുടെ പുറകെ പോകുന്നതും കാളയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമപ്പെടുന്ന പുള്ളി. അപ്പം മിസ്രൈമിൽ നിന്ന് പോകണമെങ്കിൽ അകത്തിൽ നിന്ന് കാള പോയില്ല. അപ്പൊ അകത്ത് കാളയുണ്ട്, അതുകൊണ്ട് അകത്തിരിക്കുന്ന കാളെ പരുവത്തിനാക്കിയ ലക്ഷണമൊത്ത കാളയെ കൊത്തി അങ്ങോട്ടുണ്ടാക്കി. അടുത്തത് അപ്പോൾ അവർ ഇസ്രായേലേ ഇത് കാളെ ചൂണ്ടിക്കൊണ്ട ഇസ്രായേലേ ഇത് നിന്നെ മിസ്രൈമിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്ന കാളെ ചൂണ്ടിക്കൊണ്ട് പറയാ, കാള ദൈവമാണ്. എടാ, കാളയല്ല ദൈവം, പോത്തുമല്ല ദൈവം, പോത്തച്ഛനുമല്ല ദൈവം, മേരിയും ദൈവമല്ല, മൂരിയും ദൈവമല്ല, പോത്തും ദൈവമല്ല, പോത്തനും ദൈവമല്ല. അവൻ ദൈവം ഒരുവനേ ഉള്ളൂ. സകലത്തെയും സൃഷ്ടിച്ച ദൈവം, സകലത്തെയും നിർമ്മിച്ച ദൈവം, അനാദിയായും ശാശ്വതമായും ദൈവം. ദൈവം ഏകന. പിശാചുക്കളെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ഈ പ്രമാണമുള്ളവര് കാളെ ഉണ്ടാക്കി വെച്ച് പറഞ്ഞു, ഇസ്രായേലേ നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് നിന്റെ ദൈവം വേണ്ടെന്ന്. ഞാൻ കോവിഡിന്റെ സമയത്ത് ഈ ഭാഗം ഇരുന്ന് വായിച്ചു. വെളിയിലൊന്നും ഇറങ്ങാൻ ഒക്കത്തില്ലല്ലോ. ഞാൻ എന്തായാലും വേറെ പുസ്തകം വായിച്ചപ്പം എനിക്ക് തോന്നി 2 വരി എഴുതിയാൽ കൊള്ളാന്ന്. ഞാൻ പിന്നെ കാളയാന്നല്ലോ വിഷയം. അപ്പം പിന്നെ പഴയ ട്യൂണ് നമ്മൾ ചില പാട്ട് എന്ന മട്ട്, ആ എന്ന മട്ടിൽ ഞാൻ 2 വരി എഴുതി. ഈ വിഷയം 32 2 വരി പാടിക്കോട്ടെ. 2 വരി പഴയ രീതിയാകട്ടോ, ഇപ്പോഴത്തെ നാടൻ ശൈല. മോജയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോന്തയ്യാര, മോജയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോന്തയ്യാര, മോജയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോന്തയ്യാര, മോജയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോന്തയ്യാര. പൊൻകുണുക്കാതിർന്ന
പൊന്നച്ചങ്കാളെ തകതിന്തോന്തയ്യാരാം പൊൻകുണുക്കാത്തീർത്ത പൊന്നച്ചങ്കാളെ തകതിന്തോന്തയ്യാര പൊൻകുണുക്കാത്തീർത്ത പൊന്നച്ചങ്കാളെ തകതിന്തോന്തയ്യാര പൊൻകുണുക്കാത്തീർത്ത പൊന്നച്ചങ്കാളെ തകതിന്തോന്തയ്യാര. ദൈവത്തിന്റെ മകത്ത് അത് കുറച്ച് വരികളുണ്ട്. എന്തായാലും ഈ കാളയെ അങ്ങോട്ട് കൊണ്ട് നിർത്തി വെച്ച പറഞ്ഞ് നിന്നെ കൊണ്ടുവന്ന ദൈവം തേണ്ടെന്ന്. ചുരുക്കി പറഞ്ഞാൽ കാളയ്ക്ക് യാഗം കഴിച്ചു. വായിച്ചേ 5-6 വാക്യം, വായിച്ചേ 5-6 വാക്യം. അഹരോൻ അത് കണ്ടാറേ അല്ല, ജനമെല്ലാം കൂടെ ഇളകുന്നത് അഹരോൻ കണ്ടെന്ന്. അഹരോൻ അത് കണ്ടാറേ അതിന്റെ മുമ്പിൽ ഒരു യാഗപീഠം പണിതു. കാളയ്ക്കൊരു യാഗപീഠം പണിതു. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിച്ച് നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. അപ്രകാരം യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. ഇവിടെ അഹരോനോ കാളയ്ക്കൊരു യാഗപീഠം പണിതു. കൊടപ്പടിയായി. അടുത്തത് നാളെ യഹോവയ്ക്ക് ഉത്സവം ഉണ്ടെന്ന് വെളി ബാനർ വലിച്ചു കെട്ടി. അകത്തിരിക്കുന്നത് മൂരിക്കാള, വെളിയിലത്തെ ബാനറിൽ എഴുതിയിരിക്കുന്ന യഹോവയ്ക്ക്. മനസ്സിലാകുന്നില്ല. വെളി ബാനറിൽ എഴുതിയേക്കുന്നത് യഹോവയ്ക്ക് ഉത്സവം, അകത്തിരിക്കുന്നത് മൂരിക്കാള. ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ മോശ ഇറങ്ങി വന്നപ്പോ ഇത് മുഴുവൻ പരുവക്കേടായി. അടുത്ത വാക്യം വായിച്ചേ. വാക്യമായി 6. പിറ്റേന്നാൾ അവർ അതികാലത്ത് എഴുന്നേക്കാത്തവനെല്ലാം വെളുപ്പിനെ എഴുന്നേറ്റ്. കാളെ കണ്ട് എഴുന്നേറ്റതാ. അതികാലത്ത് എഴുന്നേറ്റ് പിന്നെ ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാന യാഗങ്ങളും അർപ്പിച്ചു. പിന്നെ ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാൻ. മലയാളത്തിൽ കളിപ്പാൻ എന്നാ, തമിഴിൽ വിളയാടാൻ എഴുന്നേറ്റെന്നാ. മുഴുവനും എന്റെ ഭാഷ പറഞ്ഞ വിളയാടി കുഴ തെറ്റി പരുവക്കേടായി. 25-ാം വാക്യം വായിക്കുമ്പോ കാളയ്ക്ക് യാഗം കഴിച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പ് കാളയ്ക്കാ. കാളൻ കൊണ്ട് ഇങ്ങനെ തുള്ളി ആരാധിച്ച് ബഹളം ഉണ്ടാക്കി അവസാനം ഉടുതുണി പോലും ഒരെണ്ണത്തിനില്ലെന്നാ. 25-ാം വാക്യം വായിച്ച 25, 32, 25. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്ക വണ്ണം അഹരോനവരെ അഴിച്ചു വിട്ട് കളകയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കെട്ടഴിഞ്ഞു. കണ്ടോ? അപ്പൊ കെട്ടടിഞ്ഞു, അടിച്ചുവിട്ട്. ക്രമമൊന്നുമില്ലെന്ന്, ചിട്ടയില്ല, ക്രമമില്ല. ഏത് ആരാധനയാണെങ്കിലും ഇതിന് ക്രമമുണ്ട്. ഇതിപ്പോ തുള്ളി ബൈബിളിന്റെ പുറത്ത് കയറി തുള്ളുക. ഒരു ക്രമവും ഇല്ല. തലയിലെ തുണി പോയി എടുക്കുന്ന പോലുമില്ല, ക്രമമൊന്നുമില്ല. ഭാഗത്തേക്ക് അധികം പോകുന്നില്ല, കൺവെൻഷൻ ആണല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജനത്തെ അടിച്ചു വിട്ടു, ഹാസ്യമായി. ഈ കോലാഹലമെല്ലാം നടന്നപ്പോൾ മോശ ഇറങ്ങി വന്ന് ചോദിക്കുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്ക വരാൻ. അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം പറയാം, 30 ലക്ഷം ജനം സാധാരണ കണക്ക്. 30 ഒന്നുമല്ല 40 ലക്ഷക്കണക്കിന് ജനം കാളയുടെ കൂടെ നിൽക്കുമ്പോൾ ഇതാ ഒരുവൻ യഹോവയ്ക്ക് വേണ്ടി നിവരെ നിൽക്കുക. മോശ പറയുക, ഒരു കാര്യം ചോദിക്കട്ടെ, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്ക വരണം. ഈ വാർത്ത അങ്ങോട്ട് തൊടുത്തു വിട്ടപ്പോൾ സ്തോത്രം. അടുത്ത വാക്യം വായിക്കുന്നത്, ലേവിയരെല്ലാം കൂടെ യഹോവയുടെ പക്ഷത്ത് മോശയുടെ അടുക്ക വന്നു. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലേവി പെട്ടെന്ന് ചാടി ഇഞ്ഞ് കയറി. അതിന് കാരണം കൂടെ പറയാ, ലേവി സമയം നോക്കിയിരിക്കുക, അവസരം നോക്കിയിരിക്കുക. പണ്ട് ലേവിയെ അപ്പനൊന്ന് പ്രാഗിയതാ. പ്രാകാൻ കാരണമുണ്ട്. യവന്റെ ബ്രദറും കൂടെ വടിവാളെടുത്ത് വെട്ടാൻ പോയതാ പണ്ട് ശേഖേം പൗരന്മാര്. നിങ്ങൾക്കറിയാം, ഇവരുടെ പെങ്ങള് പണ്ട് ഒരു എനിക്ക് തോന്നുന്നു മോഹിനിയാട്ടത്തിനെങ്ങാണ്ട് പോയതാ. പിന്നെ ആരാ? ദീനാമ്മ പണ്ട് അങ്ങ് തൃശ്ശൂരല്ല പോയത്, ശേഖേമിലോട്ട് പോയി. പുള്ളിക്കാരി ഒരു മോഹിനിയാ. പിന്നെ അപ്പൊ ദീനാമ്മ മോഹിനിയാട്ടത്തിന് പോയി. ശേഖേമില് പോയത് എങ്ങനെയാന്ന് ഉൽപ്പത്തിയിൽ എഴുതിയിട്ടില്ലെങ്കിലും പറയാം. 3:16 യെശയ്യാവ് പെട്ടെന്ന് വായിച്ചോ. ദീനാമ്മ മോഹിനിയാട്ടത്തിന് പോയത് എങ്ങനെയാന്ന് യെശയ്യാ പ്രവചനം 3:16 താഴോട്ട് വായിക്കണം. ആ പരുവത്തിന് ദീനാമ്മ പോയത്.
യഹോവ പിന്നെയും അരുളി ചെയ്തതെന്നാൽ സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്തു നീട്ടിയും മോഹിനിയാട്ടവാ. സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്തു നീട്ടിയും. കഴുത്ത് നീട്ടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീട്ടിയെന്നല്ല, ഈ ഇറക്കം കുറഞ്ഞ വസ്ത്രം ഒത്തിരി കണ്ടമാനം അങ്ങോട്ട് പുറകോട്ടും മുമ്പോട്ട് ഇറങ്ങിയാൽ കഴുത്ത് നീണ്ടതുപോലെ തോന്നും കുഞ്ഞമ്മേ. അല്ല, കുഞ്ഞമ്മയുടെ കഴുത്ത് നീണ്ടെന്നല്ല. ഇപ്പൊ പിടി കിട്ടിയോ? ഇനിയിപ്പം ഷാള് പൊട്ട് ഒന്ന് പുതയ്ക്കുമൊന്നും വേണ്ട, പരുവത്തിനിരിക്കുക. കഴുത്ത് നീട്ടി, കഴുത്ത് നീട്ടി. പിന്നെ എറികണ്ണിട്ട് അതാ മോഹിനിയാട്ടമാകാനാ സാധ്യത. എറികണ്ണിട്ടുകൊണ്ട് സഞ്ചരിക്കുകയും അടുത്തത് തത്തി തത്തി നടക്കുകയും. കൃത്യം മോഹിനിയാട്ടമാ. തിം തരികട തിത്താ തിരികട എന്നെ എല്ലാവർക്കും ഒരു അരുതാരിയ പോലെ. അപ്പോൾ ധീരമ്മ മോഹിനിയാട്ടത്തിന് എറികണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി തത്തി നടക്കുകയും പിന്നെ കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യും. ആട്ടം തന്നെ. കാലുകൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യും. പിന്നെ ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിമാരുടെ അവരുടെ ഗുഹ്യപ്രദേശങ്ങളെ നഗ്നമാക്കുകയും ചെയ്യും. അടുത്ത വാക്യം, കർത്താവ് വന്ന് അവരുടെ കാൽ ചിലമ്പുകളുടെ അലങ്കാരം, പിന്നെ അവരുടെ നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, കാതില, കടകം, കവണി, തലപ്പാവ്, കാൽത്തള, പട്ടുകച്ച, പരിമളപ്പെട്ട്, തകിടുകൂട്ട്, മോതിരം, ശാൽവ, ദർപ്പവണം, ക്ഷോഭപടം, കർണപടം, മൂടുപടം, മുഴുവൻ പടവാ. ഇതെല്ലാം കൂടെ അണിഞ്ഞ് ഒരുങ്ങി ഇവള് തത്തി ദീനമ്മ മോഹിനിയാട്ടത്തിന് പോയി. ഇവള് മോഹിനിയാട്ടത്തിന് പോയി. ഇവിടെ ആട്ടവും ആ തത്തിയുള്ള നടപ്പും എല്ലാം കൂടെ അവിടെ ഒരുത്തൻ കലുങ്കലിരിക്കുകയായിരുന്നു. അവനൊരു ജോലിയില്ല, ഒരു മൊബൈലുമായിട്ട് രാവിലെ പോയി കലുങ്ക കയറി ഇരിക്കും. എല്ലാരും കൊണ്ടുവിടും. അപ്പൊ ഇവനെല്ലാരും വിട്ടോണ്ട് എന്നപ്പോഴാണ് എവള് തത്തി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ ആ തത്തീര് ഇവൻ ഇഷ്ടപ്പെട്ടു. ഒറ്റ വാക്കി പറഞ്ഞാൽ അവൻ അവളെ അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുപോയി. ചുരുക്കി പറഞ്ഞാൽ വീട്ടിൽ പ്രശ്നമായി. അപ്പൊ അവളോട് ചോദിച്ചു, കൊച്ചേ നിന്റെ വീട് എവിടാന്ന് ചോദിച്ചു. അവള് പറഞ്ഞു, ഞങ്ങള് ഇപ്പം സുക്കോത്തില, ഞങ്ങളുടെ തറവാട് ബദേല. നിന്റെ അച്ചായന്റെ പേര്? എൻ്റെ പപ്പ ജേക്കബ് പാസ്റ്റർ എന്ന് പറയും. ഗ്രാൻഡ് ഫാദർ ഐസക് പാസ്റ്റർ എന്ന് പറഞ്ഞു. വീട്ടുപേര് ബദേൽ കോട്ടേജ്. പിന്നെ നീ ഇതിലെ തത്തി നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശേഖരം പൗരന്മാര് മിടുക്കരായതുകൊണ്ട്, മാന്യന്മാരായതുകൊണ്ട് യാക്കോബിന്റെ വീട്ടിൽ വന്ന് കാര്യമെല്ലാം കൂടെ ആരാഞ്ഞ് പറഞ്ഞു, ഞങ്ങളുടെ ചെറുക്കന് നിങ്ങളുടെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. അപ്പം പുള്ളിക്ക് ഞങ്ങൾ ബെന്തിക്കോസുകാരാണ്. പെന്തക്കോസ് എന്ന് പറയാൻ പോലും അറിയാമല്ലേ, ഞങ്ങൾ ബെന്തിക്കോസുകാരാണ്. ഇന്നാളെ ഒരാൾ പറഞ്ഞു പെന്തക്കുസ്ത. എന്നതാണ് ചുമ്മാ പെന്തക്കുസ്ത. വേറൊരാൾ പറഞ്ഞു ബെന്തിക്കോസ്. അത് ഇത് ആദ്യം നീ ഇത് പറയാൻ പഠിക്ക്. അപ്പൊ ഇവര് ഞങ്ങൾ ബെന്തിക്കോസുകാരാണ്. ഏത് കോസാണെങ്കിലും കൊള്ളാം, പെങ്കൊച്ചി ഞങ്ങളുടെ വരയ്ക്കാത്തോണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാം, അവളെ കല്യാണം കഴിച്ചു തരണം. അപ്പൊ പുള്ളി പറഞ്ഞു, അത് ഞങ്ങൾ എല്ലാവർക്കും ഒന്നും കൊടുക്കുകയില്ല, സ്നാനപ്പെട്ടവർക്ക് അത് പിന്നെ അവളെ കെട്ടുമ്പോൾ അവൻ തന്നെ രക്ഷിക്കപ്പെടുമല്ലോ. അവൻ പറയും നരകമുണ്ട്, സ്വർഗമുണ്ട്, പുഴുവുണ്ട്, ചാകാത്ത പുഴുവുണ്ട്, കെടാത്ത തീയുണ്ട്. അവൻ സ്നാനപ്പെട്ടതാണോ? അപ്പൊ അവര് പറഞ്ഞ് സ്നാനപ്പെട്ടതല്ല. സ്നാനപ്പെടുന്നവർക്ക് കല്യാണം കഴിക്കൂ. ഉടനെ വന്നവര് പറഞ്ഞു അവൻ സ്നാനപ്പെടാന്ന് തീരുമാനിച്ചു. ഉടനെ കൂടെ വന്ന ആൾക്കാർ പറഞ്ഞു അവൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു കൂട്ട സ്നാനം.
ഇവര് കൂട്ടസ്നാനം നടത്തിയിരിക്കുമ്പോൾ യാക്കോബിന്റെ അനുവാദമില്ലാതെ യാക്കോബിന്റെ 2 മക്കളാകുന്ന ശിമയോനും ലേവിയും എന്റെ ഭാഷ പറഞ്ഞ വടിവാളെടുത്ത് ശേഖേം പരവന്മാരുടെ ചെന്ന് വെട്ടിക്കൊന്നു. ഈ വിഷയത്തിൽ യാക്കോബിന് മനപ്പീട വന്നിട്ട് യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 34 പറഞ്ഞ ഈ ദേശത്ത് നിങ്ങൾ എന്നെ നാറ്റിച്ചു. അപ്പനെ നാറ്റിച്ച 2 ശിമയോനും ലേവിയും. അതുകൊണ്ട് സംഭവിച്ചത് അപ്പൻ മരിക്കാറായ സമയത്ത് ലേവിയെയും ശിമയോനെയും പ്രാഗി ശപിച്ചു. വായിച്ചേ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കാം പെട്ടെന്ന്. ഉൽപ്പത്തി 49:5 വായിക്കേ. ശിമയോനും ലേവിയും സഹോദരന്മാർ. ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഗസത്തിന്റെ ആയുധങ്ങൾ. എന്നുള്ളമേ അവരുടെ മന്ദനത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന് ചേരരുത്. വിസ്തരിക്കുന്നില്ല അധികം. ശിമയോനും ലേവിയും വാളെടുത്ത് വെട്ടി ശേഖവും പുരന്മാരെ നശിപ്പിച്ച വിഷയത്തിൽ അപ്പനാകുന്ന യാക്കോബിന് മനപ്പീട വന്നു. അന്ന് അധികം ഒന്നും പറഞ്ഞില്ലെങ്കിലും മരിക്കുന്ന സമയത്ത് ഉൽപ്പത്തി 49 കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു വരുന്ന കൂട്ടത്തിൽ ഈ വിഷയം കിടക്കുന്നതുകൊണ്ട് ശിമയോനും ലേവിയും വിളിച്ചു പറഞ്ഞു, ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഗസത്തിന്റെ ആയുധങ്ങൾ. എടുത്തിയാട്ടക്കാരാ, ക്ഷിപ്രകോപികളാ, ആത്മസംയമനമില്ല. ഇവരെന്തും ചെയ്യും. അതുകൊണ്ട് അവരുടെ ആ വാളുകൾ സാഗസത്തിന്റെ ആയുധങ്ങൾ. എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന് എങ്ങനെ ചേരരുതേ. ഒന്നുകൂടെ വായിച്ചോ. എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ, എൻ മനമേ അവരുടെ യോഗത്തിൽ അവരുടെ യോഗത്തിന് അവിടെ ചേരരുതേ എന്നാ ഇപ്പൊ ആൾക്കാർ പറയുന്നത്. അവരുടെ യോഗത്തിന് പോകരുതേ, അവിടെ ചേരരുതെന്നാ ഇപ്പൊ പറഞ്ഞു വിടുന്നത്. അവരുടെ യോഗത്തിന് പോകരുതേ. എന്തുകൊണ്ടെന്നാൽ പോയാൽ നീ ഒരു പക്ഷേ രക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്, നിന്റെ കുടുംബത്തിന് ഗുണം വന്നു പോകും. അത് ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് അവരുടെ യോഗത്തിന് പോകരുതേ, അവരുടെ യോഗത്തിന് പോകരുതേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ കുടിയും മുക്കുടിയെല്ലാം മാറി 10 രൂപ കിട്ടുന്നത് ഇപ്പോൾ നീ കള്ള് ചാപ്പി കൊണ്ട് കിടക്കുക, ബാറി കൊണ്ട് കിടക്കുക, ബിവറേജ് കൊണ്ട് കൊടുക്കുക. നീ അവരുടെ യോഗത്തിന് പോകരുതേ. കാരണം ഇപ്പൊ കൊണ്ട് കൊടുക്കുന്ന പൈസയെല്ലാം പിന്നെ നിന്റെ കസ്റ്റഡി കാണും. നീ മദ്യപാനം നിർത്തിക്കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിന് ഗുണവും ഉണ്ടാകും, നിന്റെ കുഞ്ഞുങ്ങൾ നന്നാകും, നിന്റെ വെമ്പള നന്നാകും, നിന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അവരുടെ യോഗത്തിന് പോകരുതേ. മനസ്സിലാകുന്നില്ലേ? യോഗം മുടക്കുക, അവരുടെ യോഗത്തിന് പോകരുത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ലേവിയെയും ശിമയോനെയും അപ്പൻ ശപിച്ചു, യോഗത്തിന് പോകരുത്. നാടൻ ഭാഷ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ ഇവര് യോഗം വെച്ചാൽ ആരും പോകരുത്, നമ്മുടെ യോഗത്തിന് ഇവരെ വിളിക്കുകയും ചെയ്യരുത്. അങ്ങനെ ചില സൂക്കേടുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുമുണ്ട്. ഒരു സഭ കൺവെൻഷൻ വെച്ചാൽ ഉടനെ അസൈൻ ഡേറ്റ് അപ്പുറം കൊണ്ട്, കാരണം ആൾക്കാർ പോകാതിരിക്കാനോ. ഈ കുരുക്കാദ്യം നിർത്ത്. അങ്ങനെയുള്ള അബദ്ധത്തിൽ വരുന്നവരുണ്ട്. അല്ല, കുരുക്ക് നിർത്തണം. എടാ പഴമക്കാര് പറയും, ആര് കുത്തിയാലും അരി വെളുക്കട്ടെ, യേശുവിന്റെ നാമം ഉയരട്ടെ, യേശുവിന്റെ നാമം മഹിമപ്പെടട്ടെ. ചുരുക്കി പറഞ്ഞാൽ ലേവിയുടെ യോഗത്തിന് പോകരുത്, ഇവനെ യോഗത്തിന് വിളിക്കരുത്. അങ്ങനെ പറഞ്ഞ് ഇവനെ വിലക്കി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അന്ന് മുതൽ എന്റെ ഭാഷ പറഞ്ഞ ലേവി യോഗം വെച്ചാൽ ഇവരാരും പോകുകയില്ല, ഇവരുടെ യോഗത്തിന് ലേവിയെ വിളിക്കുകയില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഭാരപ്പെട്ടെങ്കിലും ലേവി അപ്പന്റെ കൊങ്ങായിക്ക് പിടിക്കാൻ പോകില്ല, ചേട്ടന്മാരോട് ഉടക്കാൻ പോകില്ല, ആരോട് എതിർക്കാൻ പോകില്ല. എന്റെ ഭാഷയെ പറഞ്ഞ ലേവി ഇങ്ങനെ ജാഗരിച്ചിരിക്കുക. എന്നെങ്കിലും ദൈവം എനിക്കൊരു അവസരം തരും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി നൽകും, ഞാൻ ജാഗരിക്കുന്ന വിഷയത്തിന് ദൈവം ഒരു പരിഹാരം തരും. ലേവി ഇങ്ങനെ അവസരം നോക്കിയിരിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ അവസരം നോക്കിയിരുന്ന വർഷങ്ങൾക്ക് ശേഷം ഇതാ അവൻ പടിക നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ നിന്ന് ചോദിക്കുക, യഹോവയുടെ പച്ചത്താരേലും ഉണ്ടെങ്കിൽ എൻ്റെ അടുക്ക വരാൻ.
രൂബേനും ഗാദും നഫ്താലി ആശേറും ശെബൂലൂനും ദാനും എല്ലാം നോക്കി നിൽക്കുമ്പോൾ ലേവി ഇടം വലം നോക്കിയില്ല. നാളുകളായിട്ട് പ്രാർത്ഥിക്കുക ഒരു അവസരത്തിന്. അപ്പോൾ ഇതാ മോശ വിളിച്ചു ചോദിക്കുക, യഹോവയുടെ പക്ഷത്താരേലും ഉണ്ടോ? ലേവി കണ്ണ് കാണിച്ചു, കേറിക്കോ, അവസരം ദൈവം തരിക. എപ്പോഴും അവസരം കിട്ടുകയല്ല, സമയം തക്കത്തിൽ ഉപയോഗിക്കുക. കേറാൻ പറഞ്ഞു. ലേവരെല്ലാം കൂടെ വാളെടുത്ത് അവൻ മോശയുടെ അടുക്കൽ വന്നു. മോശ പറഞ്ഞു, കനിവ് തോന്നരുത്, കാളക്കുട്ടിയുടെ പുറകെ പോയവനെയല്ല, എന്റെ ഭാഷ പറഞ്ഞ് അനത്തിയേക്കാൻ പറഞ്ഞു. ഒരറ്റം മുതൽ അനത്തി. ദൈവം ഇത് നിത്യനിയമമായിട്ട് ഇവനെ ഉറപ്പിച്ചു. ചെയ്ത പ്രവൃത്തിയെ പറ്റി ആവർത്തന പുസ്തകത്തിൽ മോശ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വായിച്ച് ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള തിരുവെടുത്ത് വായിച്ച്. ആവർത്തനം 33-8 മുതൽ. നീ സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ നിനക്ക് എന്തൊക്കെ ലഭിക്കുമെന്നായി പറയാൻ പോകുന്നത്. സമയം നഷ്ടപ്പെടുത്തി കളയരുത്, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഈ വിഷയത്തെ പറ്റി മോശ പറയുകയാണ്. 33-8 മുതൽ വായിച്ച്. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഊറീമും നിന്റെ ഭക്തന്റെ പക്കലിരിക്കുന്നു. നീ മസയിൽ വെച്ച് പരീക്ഷിക്കുകയും കലകലത്തെങ്കിൽ പോരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അടുത്തത്, അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ലെന്ന് പറഞ്ഞു. അടുത്തത്, സഹോദരന്മാരെ അവൻ ആ വിഷയത്തിൽ ആദരിച്ചില്ല. പിന്നെ സ്വന്തം മക്കളെന്ന് അവൻ ഓർത്തില്ല. പിന്നെയോ നിന്റെ വചനം അവർ പ്രമാണിച്ചു. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ലേവി വചനം പ്രമാണിച്ചെന്ന്. ഇന്ന് രാത്രി നീ വചനം പ്രമാണിക്കണം. എന്താ ഈ വചനത്തിന്? നീ രക്ഷിക്കപ്പെടണം, അതാ വചനം. നീ സ്നാനപ്പെടണം, അതാ തിരുവചനം. നീ അഭിഷേകം പ്രാപിക്കണം, അതാ തിരുവചനം. നീ വേർപാട് പാലിക്കണം, അതാ തിരുവചനം. ലേവി വചനം പ്രമാണിച്ചു. അവർ നിന്റെ വചനം പ്രമാണിച്ചു. അടുത്ത നിന്റെ നിയമം കാത്തുകൊള്ളുകയും നിയമത്തെ കാത്തു. അതുകൊണ്ട് അവനോട് എന്നാ പറഞ്ഞു? അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണം ഉപദേശിക്കും എന്ന് പറഞ്ഞാൽ അവൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചത് കൊണ്ട് ലേവിയോട് ദൂത് പറയുകയാ. അവൻ സ്തോത്രം, നീ ഇസ്രായേലിന് ന്യായപ്രമാണവും നിയമങ്ങളും ഉപദേശിപ്പാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക. മാത്രമാണോ അടുത്ത ആശീർവാദം? അടുത്തത്, അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും. അയ്യോ, ലേവി നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും. പിന്നെ യഹോവേ, അടുത്ത ശ്രദ്ധിച്ചേ, യഹോവേ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണമേ. ആരുടെ സമയം തക്കത്തിൽ ഉപയോഗിച്ച ലേവിയുടെ ധനത്തെ ദൈവം അനുഗ്രഹിക്കും. ഇന്ന് രാത്രി നീ സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ ഇത് രക്ഷാ ദിവസമാ, ഇത് സുപ്രസാദ കാലമാ. 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട. ഇന്ന് രാത്രി യേശുവിന് ഉള്ളത്തിൽ നീ ഏറ്റെടുത്താൽ നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. അങ്ങനെ നീ അത് ചെയ്താൽ, സമയം ഉപയോഗിച്ചാൽ, ആ ലേവിയോട് പറയാ, യഹോവേ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണമേ. പിന്നെ അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ. അവന്റെ പ്രവൃത്തിയിൽ നീ പ്രസാദിക്കണമേ. പിന്നെ അവന്റെ എതിരികളും അവനെ ദ്വേഷിക്കുന്നവരും എഴുന്നേൽക്കാതെ വണ്ണം അവരുടെ അരകളെ തകർത്ത് കളയണം. അര തകർക്കണമെന്ന എന്ന് പറഞ്ഞാൽ അവൻ പ്രമാണം കാക്കുന്നവന് ദൈവം സൂക്ഷിക്കും, വേർപാട് പാലിക്കുന്നവനെ ദൈവം കാക്കും. നീ സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ നിനക്കും നിന്റെ സന്തതിക്കും അനുഗ്രഹമാ. ഇന്ന് രാത്രി അവൻ ദൈവസന്നിധിയിൽ സമർപ്പിക്ക്, യേശുവിന് ഹൃദയം കൊടുക്ക്, യേശുവിനെ രക്ഷകനായി സ്വീകരിക്ക്. നിന്റെ ധനത്തെ ദൈവം അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ദൈവം അനുഗ്രഹിക്കും, നിന്റെ കുടുംബത്തിന്റെ അരാജകത്വം മാറും. ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കും. ദുഷ്കാലമാകയാൽ സമയം ലേവി തക്കത്തിൽ ഉപയോഗിച്ചു. കമ്പിവാചകം പോലെ പറഞ്ഞു നിർത്ത. തക്കത്തിൽ ഉപയോഗിച്ച വേറൊരു കക്ഷികളുണ്ട്. നിങ്ങളാണ്ട് വായിച്ച് യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 1-2 വായിച്ചേ. യെശയ്യാ 9:1-2 പെട്ടെന്ന്. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ട് അവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നഫ്താലിയുടെ ശെബൂലൂന്റെയും വിഷയമാ യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നഫ്താലിയുടെ ശെബൂലിന്റെ. ആരായി നഫ്താലി, ആരായി സെബുലൂൻ? 1 ദാസിയുടെ മകൻ, 2
അനിഷ്ടയുടെ മകൻ. വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യവും ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിന്റെ 19-ാം വാക്യവും പെട്ടെന്ന് വായിച്ചാട്ടെ. 30-7, 30-19. റാഹേലിന്റെ ദാസി ബിൽഹ പിന്നെയും ഗർഭം ധരിച്ച് യാക്കോബിന് രണ്ടാമതൊരു മകനെ പ്രസവിച്ചു. പിന്നെ ഞാൻ എന്റെ സഹോദരിയോട് വലിയൊരു പോർ പൊരുതി ജയിച്ചിരിക്കുന്നു. സഹോദരിയോട് വലിയൊരു പോർ പൊരുതി ജയിച്ചു എന്ന് പറഞ്ഞ് അവന് നഫ്താലി എന്ന് പേരിട്ടു. അപ്പോൾ റാഗേലിന്റെ ദാസികൾ കൂടി ജനിച്ച ആ കുട്ടിയാണ് നഫ്താലി. ഇനി 19-ാം വാക്യം മുതൽ വായിച്ചേ, 19 മുതൽ. ലേയ പിന്നെയും ഗർഭം ധരിച്ചു. ലേയ പിന്നെയും ഗർഭം ധരിച്ച് യാക്കോബിന് ആറാമതൊരു മകനെ പ്രസവിച്ചു. ദൈവം എനിക്ക് ഒരു നല്ല ദാനം തന്നിരിക്കുന്നു. ദൈവം എനിക്കൊരു നല്ല ദാനം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ ഭർത്താവിനോട് കൂടെ വസിക്കും. ഞാൻ അവന് 6 മക്കളെ പ്രസവിച്ചുവല്ലോ എന്ന് ലേയ പറഞ്ഞ് അവന് സെബുലൂൻ എന്ന് പേരിട്ടു. അവന് സെബുലൂൻ എന്ന് പേരിട്ടു. അപ്പൊ ശ്രദ്ധിച്ചേ, നഫ്താലിയും സെബുലൂനും, ഒന്ന് ദാസുകളുടെ മകൻ, 2 അനിഷ്ടയുടെ മകൻ. അപ്പൊ ഒന്ന് ദാസി, 2 അനിഷ്ട, രണ്ടും പരുവക്കേട. ദാസി വേലക്കാരുടെ, അങ്ങനെ ചിന്തിച്ചു. 2 അനിഷ്ട, ഇഷ്ടക്കേട. ലേയയുടെ കണ്ണു ഒന്നും നല്ലതല്ല. റൈച്ചലമ്മാമ്മയാ കുറച്ചുകൂടെ മെച്ചം, ലേയാമാമയ്ക്ക് അത്ര പോരാ. അപ്പൊ ഒന്ന് ലേയയുടെ തലമുറയും ഒന്ന് ദാസുകളുടെ തലമുറ അവഗണിക്കപ്പെട്ട് കിടക്കുക. ഞാൻ ഓടിച്ചങ്ങ് നിർത്താം. രണ്ടും അവഗണിക്കപ്പെട്ടതാ. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എല്ലാവരാലും ഇവർ ഒറ്റപ്പെട്ട് ഇവര് മക്കളെല്ലാം കൂടെ ഒന്നിച്ചു കൂടുമ്പോ പറയും, ഇല്ല അവനേതാ, ഓ അതാ ദാസിയുടെ ചെറുക്കനാന്ന്, ഇല്ല അവനേതാ, ഓ അവൻ അനിഷ്ടയുടെ കൊച്ചനാ. എല്ലാവരും ഒറ്റപ്പെട്ട് കിടക്കുക, തള്ളപ്പെട്ട് കിടക്കുക, അവഗണിക്കപ്പെട്ടവരാ. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച്, ഇവർ അവഗണിക്കപ്പെട്ട് കിടന്നെങ്കിൽ ഇവർക്ക് മനസ്സിലായി ദൈവം അവസരം തരും. ഇതിനകത്ത് കയറിപ്പറ്റാൻ ദൈവം അവസരം തരും. വിസ്തരിക്കേണ്ട ഭാഗമാണെങ്കിലും അധികം വിസ്തരിക്കുന്നില്ല. നാളുകൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ സീസരയുമായുള്ള യുദ്ധം, ദൈവമക്കൾക്ക് ഈ ഭാഗം അറിയാം. സീസരയുമായുള്ള യുദ്ധം അങ്ങോട്ട് മുറുകിയപ്പോൾ മിടുക്കന്മാരാരും യുദ്ധത്തിന് പോയില്ല. 900 ഇരുമ്പരഥവുമായിട്ട് പാഞ്ഞു വന്ന സീസറയെ കണ്ട് എല്ലാവരും പേടിച്ച് അരണ്ട് മാറിയപ്പോൾ അവിടെ ധൈര്യത്തോടെ ഇറങ്ങി വന്നത് ആരാന്നറിയാമോ? നഫ്താലിയുടെ സെബുലൂന്റെയും 10,000 പേര്. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. നഫ്താലിയുടെ സെബുലൂന്റെ 10,000 പേര്. വായിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14 മുതൽ താഴോട്ടും 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യവും വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. എഫ്രൈമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ളവരും ബെന്യാമീനെ നിന്റെ പിന്നാലെ നിന്റെ ജനസമൂഹത്തിൽ നിന്ന് സെബുലൂൻ നായക ദണ്ഡധാരികളും അടുത്തത് ഇസ്സാഖാർ പ്രഭുക്കന്മാർ. അപ്പൊ സെബുലൂനിൽ നിന്ന് നായക ദണ്ഡധാരി. അപ്പൊ സെബുലൂൻ വന്നു. ഇനി 18-ാം വാക്യം 18 വലത്തുവശത്ത് മേളിൽ സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി പോർക്കളമേടുകളിൽ. കണ്ടോ, നഫ്താലിയും സെബുലൂനും രംഗത്ത് വന്നു. എന്തിനാണെന്നറിയാമോ? സീസറുമായി യുദ്ധം ചെയ്യാൻ. ഈ യുദ്ധത്തിന്റെ വിശേഷത താബോർ മലയിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുക. ദബോറയും ബാരാക്കും 10,000 പേര്, നഫ്താലിയുടെ സെബുലൂന്റെയും 10,000 പേര് താബോർ മലയുടെ മുകളിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചു. മറ്റൊന്നും നോക്കിയില്ല, മറ്റൊന്നും ശ്രദ്ധിച്ചുമില്ല. ഇവരുടെ വിഷയം ആരാധനയാ. ഇവർ താബോർ മലയുടെ മുകളിൽ ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവം തമ്പുരാൻ സീസരയെ ഒതുക്കി എന്ന് പറഞ്ഞാൽ ദൈവജനത്തിന് വിരോധമായി വന്ന ശത്രുവിനെ ദൈവം ഒതുക്കി. നക്ഷത്രങ്ങൾ പൊരുതി, അവ സീസരയുമായി സുഗതികളിൽ പൊരുതി. അന്ന് ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ കട്ടനം ചെയ്തു. അധികം വിസ്തരിക്കുന്നില്ല. നഫ്താലിയും സെബുലൂനും യുദ്ധത്തിന് വന്നപ്പോൾ ദൈവം ഇത് കുറിച്ചു വെച്ചിട്ട് ഒറ്റ വാക്കി പറഞ്ഞങ്ങ് നിർത്താം. അവഗണിക്കപ്പെട്ട് കിടന്നതാ, അംഗീകരിക്കാതെ കിടന്നതാ, ദാസിയുടെ മകനാ, അനിഷ്ടയുടെ മകനാ. പക്ഷേ ഒരു കാര്യം പറഞ്ഞ് നിർത്താം. ലോകരക്ഷിതാവാകുന്ന യേശു ക്രിസ്തുവിന്റെ കന്നിപ്രസംഗം നടന്നത് നഫ്താലിയുടെ സെബുലൂന്റെ അതിരില്ല. വായിച്ചേ, മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 12 മുതൽ വായിച്ചു. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസറത്ത് വിട്ട് സെബുലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കവർന്നഭൂമിൽ ചെന്ന് പാർത്തു. പിന്നെ സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനും അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിന്റെ കന്നിപ്രസംഗം നഫ്താലിയുടെ സെബുലൂന്റെ അതിരുകളിലാ. ഒരു കാര്യം ഒന്നിതാ, സീസറയുള്ള യുദ്ധത്തിൽ ഇവർ താബോർ മലയിൽ ദൈവത്തെ ആരാധിച്ചു. 2,
ദാവീദ് പെട്ടകം ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ മിടുക്കന്മാരാരും പോയില്ല. സെബുലൂന്റെ നഫ്താലിയും ഈ പെട്ടകത്തിന് മുമ്പിൽ ആരാധിക്കാനുണ്ടായിരുന്നു. എല്ലാം വിസ്തരിച്ച് പറയേണ്ടത് 68:24 മുതൽ വായിച്ച സങ്കീർത്തനം, 68:24 മുതൽ വായിച്ച സങ്കീർത്തനം, 68:24 മുതൽ വായിരും. ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ട് എന്റെ ദൈവവും രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. അടുത്തത് ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ള നിങ്ങൾ സഭായോഗങ്ങളിൽ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവീൻ. അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും പിന്നെ യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബുലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും. മനസ്സിലാകുന്നുണ്ടോ? അവൻ പെട്ടകം ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ദാവീദ് പഞ്ഞിനൂലങ്കി കൊണ്ടുള്ള അങ്കി ധരിച്ച് പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു. അന്നേരം നഫ്താലി സെബുലൂനും ദാവീദിന്റെ കൂടെ ആ ഗോത്ര ആരാധനയ്ക്ക് കയറി വന്നു. പെട്ടകം കൊണ്ടുവരാൻ ഇത് സ്വർഗം കുറിച്ചു വെച്ചു. ദാസിയുടെ മക്കളാ, അനിഷ്ടയുടെ മക്കളാ, അവഗണിക്കപ്പെട്ട് കിടന്നതാ. ഇവര് സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ദബോര പറഞ്ഞ് താബോർ മലയുടെ മുകളിൽ ആരാധിക്കാൻ വരുന്നോന്ന് ചാടി മേളിൽ കയറി. ദാവീദ് പെട്ടകം കൊണ്ടുവന്നപ്പോൾ ഇവർ കണ്ണു കാണിച്ചു. നല്ല അവസരം, ആരാധിക്കാൻ കയറി വരാൻ പറഞ്ഞു. ഈ രണ്ട് വിഷയം ദൈവം അംഗീകരിച്ചു. അതുകൊണ്ട് സംഭവിച്ചതാ, യേശു ക്രിസ്തുവിന്റെ കന്നിപ്രസംഗം നഫ്താലിയുടെ സെബുലൂന്റെ അതിരില്ല. നീ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഉപയോഗിച്ചാൽ നിനക്കൊരു ദോഷവും വരികയല്ല. ഒരു കാര്യത്തോടെ പറഞ്ഞ് എൻ്റെ വാക്കെന്ന് വിരമിക്കുന്നു. അത് വായിപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, യേശു ബഥാനിയിൽ വന്ന് ലാസറിൻ്റെയും മറിയയുടെയും മാർത്തയുടെയും വീട്ടിൽ വന്നു. ലാസർ നേരത്തെ മരിച്ചു, യേശു അവനെ ഉയർപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആമൻ പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു ആമൻ ബഥാനിയിൽ വന്നെന്ന ആ 12-ാം അധ്യായത്തിൽ ആ സംഭവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ വന്നപ്പോൾ എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് മറിയം ആരോടും ചോദിക്കാതെ ഒരു വെങ്കൽ ഭരണി സ്വച്ഛ ജഡമാംശ തൈലം എടുത്തുകൊണ്ട് വന്ന് യേശുവിന്റെ കാലിൽ പൂശി. അപ്പം യൂദ അവിടെ ഉണ്ടായിരുന്നു. ഈ കാലിൽ പൂശി യേശുവിനെ മുത്തി. ആരോടും ചോദിച്ചില്ല. അപ്പൊ യൂദ ഇത് കണ്ടിട്ട് പുള്ളി പ്രയാസമായി. പുള്ളി പറഞ്ഞു, എന്ത് ഈ പാഴ്ചല്ല, 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക്. ഇവളിത് കമ്മിറ്റിയിലൊന്ന് പറയണ്ടേ, ഇങ്ങനെ ഭരണി പൊട്ടിക്കുമെന്നും ഒഴിക്കുമെന്നൊക്കെ. ഞങ്ങൾ കമ്മിറ്റിക്കാർ കുറെ ആൾക്കാർ. പിന്നെ യേശു ചിലതൊക്കെ കമ്മിറ്റി പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇവനൊന്നും ഗുണം വന്നതല്ല. കമ്മിറ്റിക്കാരുടെ കയ്യിലോട്ട് ഭരണിയും തൈലും കൊടുത്ത അവന്മാർ അതോടെ മുങ്ങും. പിന്നെ വെള്ളം നിറച്ചുകൊണ്ട് നിന്റെ തരും. മണവും കാണുകയല്ല. ഇവക്ക് ഇവരെയെല്ലാം നന്നായിട്ടറിയാം. ഒറ്റയോരത്തിനോടും മിണ്ടിയില്ല. അന്തരീക്ഷം ചൂട് പിടിച്ചു വന്നപ്പോൾ ഭരണി കൊണ്ടുവന്ന് പൊട്ടിച്ച് യേശുവിന്റെ കാലിൽ പൂശി. യൂദ പറഞ്ഞു, പാഴ്ചെലവാന്ന്. 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക്. അടുത്ത വാക്യത്തിലുണ്ട്, ഇവന് ദരിദ്രനോട് കരുണയുണ്ടായിട്ടല്ല. അവിടെ 3 കാര്യം. 1, ഇവൻ കള്ളന. 2, പണസഞ്ചി അവന്റെ പക്കല. 3, ഇതിന്ന് ഇവൻ അടിച്ചു മാറ്റുന്നവനാ. അതുകൊണ്ടാ പറഞ്ഞത്. ദൈവത്തിന് ഇതറിയാം. പക്ഷെ ഇവൾ ഇതുകൊണ്ട് പൂശി, യേശുവിന്റെ കാലിൽ പൂശി. ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ കർത്താവ് കഷ്ടാനുഭവങ്ങളെല്ലാം കൂടെ കഴിഞ്ഞ് പങ്കപ്പാടുകൾ സഹിച്ച് ക്രൂശുമരണം കൈവരിച്ചു. മുൾക്കിരീടധാരിയായി മുഖത്ത് രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി, മുതക ഉടുവജാല് പോലെ നീളത്തിൽ കീറപ്പെട്ടവനായി, അടിയും നിന്നയും ആക്ഷേപവും പരിഹാസവും സഹിച്ച് കാൽവരിയുടെ കൊലമരത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ യേശു കുരിശിൽ തൂങ്ങപ്പെട്ട് ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. ആ ഭാഗം നിങ്ങൾക്കറിയാം. ഭൂമി കുലുങ്ങി, ഭൂതലമിളകി, കല്ലറകൾ തുറന്നു, ദേവാലയത്തിലെ തിരുശീല മോളിൽ നിന്ന് 2ആയിട്ട് ചീന്തി. അവൻ പലരും പ്രത്യക്ഷപ്പെട്ടു. അണ്ടകടാകം മുഴുവൻ ആടിയുലഞ്ഞു. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. അവിടുത്തെ തിരുമരണ സമയത്ത് എന്തിന് എനിക്കും നിനക്കും വിടുതല കിട്ടാൻ അവിടുന്ന് മരണം കൈവരിച്ചു. അവിടുന്ന് മരിച്ചു. ഒടുവിൽ മരിച്ചെന്ന് ഉറപ്പാക്കുവാൻ ബിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടു. ഒടുവിൽ മരിച്ചെന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ അരിമത്തിയിൽ യോസേപ്പും രാത്രി വന്ന് നിക്കോദമോസും കൂടെ ചെന്ന് പീലാത്തോസിനെ അനുവാദം വാങ്ങി യേശുവിന്റെ തിരുശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി.
നിർമ്മല ശീലയ്ക്കകത്ത് പൊതിഞ്ഞ് ഏതാണ്ട് 100 റാത്തല സുഗന്ധക്കൂട്ടുള്ള നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് അവിടുത്തെ തിരുശരീരം അരിമത്തയിലെ യോസേപ്പിന്റെ ആരെയും വെക്കാത്ത കല്ലറയിൽ യേശുവിനെ കൊണ്ടടക്കി ഒരു കല്ലുവൊക്കെ പിന്നീട് ക്രമീകരിച്ച് ഉരുട്ടി വെച്ച് ഏതാണ്ട് 100 പടയാളികളെ ഏർപ്പെടുത്തിയത് എന്തിനാണെന്നറിയാമോ? 3 വൻകിട ശക്തികൾ എതിർത്ത് നിൽക്കുക. യേശു ഉയർക്കരുത്, യേശു ഉയർത്താൻ നമ്മുടെ പ്രസംഗം വ്യർത്ഥം, യേശു ഉയർത്താൽ നമ്മുടെ യേശു ഉയർത്തില്ലെങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥം, യേശു ഉയർത്തില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥം. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശുവിന്റെ ഉയർപ്പാണ്. യേശു ഉയർക്കരുത്. മതശക്തികൾ മുഴുവൻ എതിരായിട്ട് നിന്നു കല്ലറയുടെ മുമ്പിൽ. അന്നത്തെ യഹൂദ മതം കർക്കശമായി നിലപാടെടുത്തു. യേശു ഉയർക്കരുത്. അന്നത്തെ രാഷ്ട്രീയ ശക്തികൾ, റോമൻ സൈന്യങ്ങൾ നിരന്നു നിന്നു. യേശു ഉയർക്കരുത്. പൈശാചിക ശക്തികൾ എതിർത്തു. യേശു ഉയർക്കരുത്. എന്നാൽ അവിടുത്തെ പറ്റി തിരുവെടുത്ത് കുറിച്ചു വെച്ചതുപോലെ തിരുവെടുത്തും പ്രകാരം അവിടുന്ന് മരിച്ചു അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തു. അപ്പൊ ഉയർക്കുന്നതിന് മുമ്പ് സഹോദരിമാരെല്ലാരും കൂടെ ചേർന്ന് വെളുപ്പിനെ ഇരുട്ടുള്ളപ്പം കല്ലറയിലോട്ട് പോയി. സഹോദരിമാരല്ല, ഏതൊക്കെ സഹോദരിമാരെ അമ്മയെ പോയത്? ഇതുവരെ ചുമ്മാ ഇരിക്കല്ലേ, എന്തേലും ഒന്ന് തുറന്ന് പറ, വാ തുറന്ന് നമുക്കെല്ലാം പോകാം. മാർത്തയും മറിയും മറിയ, പിന്നെ ചിന്ന, പിന്നെ കുഞ്ഞേലി. കല്ലറയിൽ പോയ സഹോദരിമാര് മറിയം, മറ്റുള്ള കാര്യത്തിൽ മറിയം, പിന്നെ മറ്റേ മറിയ, അങ്ങനെ ഒരു പ്രയോഗം. പിന്നെ യാക്കോബിന്റെ അമ്മ ആ മറിയ, മറ്റേ മറിയ. പിന്നെ ശലോമി പോയി, ശലോമി. പിന്നെ സൂസന്നയും പോയി വെളുപ്പിനെ. പിന്നെ ഈ 10 മണിക്ക് ഇത്രയും ഒപ്പിച്ചല്ലോ, വലിയ കാര്യം. അപ്പോൾ മറിയ പോയി, മറ്റന്നക്കാരത്തി മറിയ പോയി, ശലോമ പോയി, സൂസന്ന പോയി, യോഹന്ന പോയി, വേറെ ചില സഹോദരിമാര് പോയി. വെറും കൈയായിട്ടല്ല, ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ട്. ഇവരങ്ങോട്ട് പോകുമ്പോൾ സഹോദരിമാര് പറയാ, കുഞ്ഞന്നാമേ കല്ലുരുട്ടി വെച്ചടി, ഞാൻ കണ്ടതാ ഭയങ്കരം കല്ല, പടയാളികൾ എത്രണ്ണം പിടിച്ചാ ഉരുട്ടി വെച്ചത്, നമ്മളെ കൊണ്ടൊക്കത്തില്ല. എന്നാലും കൊച്ചമ്മേ നമുക്ക് അത്തറ്റം പോകാം, യേശുവിന് നിന്ന് പൂശാൻ. ഇവരിങ്ങനെ ചിന്തിച്ചാ പോയ. പക്ഷേ ഒരു കാര്യം പറയാ, മറിയ പോയി, മക്തന്നക്കാരത്തി മറിയ പോയി, മറ്റേ മറിയ പോയി, യോഹന്ന പോയി, സൂസന്ന പോയി, ശലോമ പോയി. പക്ഷെ പോകാനൊരു മറിയുണ്ട്, ബെഥാന്യയിലെ മറിയ. അവള് പോയില്ല. കാരണം പറയാ, പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ അവള് സുഗന്ധവർഗം കൊണ്ട് പൂശി. അവള് സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അവള് നേരത്തെ കൊണ്ട് അവിടുത്തെ തൃപ്പാനത്തിൽ പൂശി. അപ്പൊ കർത്താവ് പറഞ്ഞു, അവളെ വിട്, ഇവളെന്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്തതാ എന്ന് പറഞ്ഞാൽ, മാർത്തയും മറിയയുടെ വീട്ടിൽ യേശു ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ വചനം പറയുമ്പോൾ മറിയ ചുമ്മാ നോട്ട് ചെയ്യല്ല, തത്ത തലയാട്ടും പോലെ തലയാട്ടുകല്ല. അവക്കൊരു കാര്യം ഉറപ്പായി, അവിടുന്ന് മരിക്കും, അവിടുന്ന് കഷ്ടാനുഭവങ്ങൾ കൂടി പോകും, അവിടുന്ന് തിരുമരണം കൈവരിക്കും, അവിടുത്തെ ക്രൂശിക്കും, അവിടുന്ന് പങ്കപ്പാടുകൾ സഹിക്കും, അവിടെ കൊണ്ട് സ്വത്രം ക്രൂശന്മേൽ തറയ്ക്കും. മാത്രമല്ല കല്ലറകൾ കൊണ്ട് വെക്കും. ചിലപ്പോൾ ഒരു പക്ഷേ ആ സന്ദർഭത്തിൽ എനിക്ക് പോകാൻ ഒത്തില്ലെങ്കിലോ, എനിക്ക് ചെല്ലാൻ ഒത്തില്ലെങ്കിലോ, എനിക്ക് കാണാൻ ഒത്തില്ലെങ്കിലോ, അയ്യോ എനിക്കത് സഹിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് തൻ്റെ വീട്ടിൽ യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് വന്നപ്പോൾ അവൾ ഒരുക്കി വെച്ചിരുന്ന സുഗന്ധവർഗം യേശുവിന്റെ കാൽക്കൽ പൂശി. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഇന്ന് രാത്രി സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ, നിനക്കും നിന്റെ കുടുംബത്തിനും വിടുതലാ. യേശു ഏകദൈവം, യേശു സത്യദൈവം, യേശു നിത്യദൈവം, യേശു ക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ. ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു, നഫ്താലിയും സെബുലൂനും സമയം തക്കത്തിൽ ഉപയോഗിച്ചു, ബെഥാനിയിലെ മറിയയും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ട ദൈവമക്കളോടും പ്രിയപ്പെട്ടവരോടും സമീപവാസികളോടും എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നല്ല അവസരവും സമയവും ദൈവം നിനക്ക് തന്നിരിക്കും. ഇത് തക്കത്തിൽ ഉപയോഗിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് ദൈവമാറ്റം വരുത്തു. നിന്റെ സന്തതിയെ ദൈവം ഉയർത്തു. ഇന്ന് രാത്രി സമർപ്പിക്ക. എന്റെ വാക്ക് ഇവിടെ നിർത്തുന്നു. കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്ക്. കൈപൊക്കാനൊന്നും ഞാൻ പറയുന്നില്ല, ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവേ, ഞാനൊരു പാപിയാണ്, എന്നെ രക്ഷിക്കണം, എന്റെ പാപത്തെ മോചിക്കണം.
എൻ്റെ ഉള്ളത്തിലേക്ക് അവിടെ നെടുന്നള്ളി വരണം. അവിടുത്തെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു. ആമേൻ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ലഭിക്കുന്ന ഈ അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇത് ദുഷ്കാലമാണ്. ബഹുമാനപ്പെട്ട തോമാച്ചൻ പാസ്റ്റർ അടക്കമുള്ള ആദരണീയ കർത്തദാസന്മാരെല്ലാവരും ഇവിടെ കൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആ പഴയ പാട്ടിൻ്റെ 2 ചരണങ്ങൾ കൈകളടിച്ച് പാടി ഇന്ന് രാത്രി നമുക്ക് പിരിയാം. ഇത്രയും സമയം നിങ്ങൾ സദയം സഹകരിച്ചതിനും ഈ ശുശ്രൂഷയെ സഹായിച്ചതിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനൊക്കെ ഒത്തിരി ഒത്തിരി നന്ദി. സമീപവാസികളാകുന്ന ബഹുമാനരായ എല്ലാവർക്കും നന്ദി. ആ പഴയ പാട്ടിൻ്റെ 2 ചരണങ്ങൾ കൈകളടിച്ച് പാടി നമുക്ക് ഇന്ന് രാത്രി അങ്ങ് പിരിയാം. സത്യവചനം കേട്ടു നിവാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നിവാ, നിത്യജീവൻ നിനക്കേകിടും. നിൻപേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി ഇന്ന് എഴുതിടുമേ. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടും. ഓ തീരാത്ത പാപം വ്യാധിയെയോ മാറാത്ത എല്ലാ ബലഹീനവും, തീരാത്ത പാപം കൈയടിച്ച് ചേർന്ന് മാറാത്ത എല്ലാ ബലഹീനവും, ഓ ഘോര കുരിശിൽ ചുമന്നു നിന്നെ, ഓ സൗഖ്യമാക്കിയ അടിപ്പിണരാ. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഓ കെട്ടിയ വീടോ നിലമ്പൊരുളും അമ്മേ കണ്ടിടുമോ ചോറുടയവരും. ഓ കെട്ടിയ വീടോ നിലമ്പൊരുളും അമ്മേ കണ്ടിടുമോ ചോറുടയവരും. ഓ കൂടുവിട്ടു നിൻ ജീവൻ പോയാൽ കൂടെ വരാതെ വേർപെടുമേ. വരുവീൻ ഈ നല്ല വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇന്ന് രാത്രിയിൽ അല്പം പറഞ്ഞതിലും വൈകി വന്നു. നിങ്ങളെ സദയം ക്ഷമിച്ച് ബഹുമാനരായ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ ആദിയോടൊന്നും സഹകരിച്ച ബഹുമാനരായ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും സമീപവാസികൾക്കും എല്ലാവർക്കും നന്ദി. ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഊന്നി പറയട്ടെ, നരകവും ഉണ്ട്, സ്വർഗവും ഉണ്ട്. നരകത്ത് ചാകാത്ത പുഴുവും കെടാത്ത ദൈവമുണ്ട്. അതിനകത്ത് പെടരുത്. അതിനകത്ത് പെടാതെ നിത്യതയിലെത്തണമെങ്കിൽ ഒറ്റ കാര്യം പ്രധാനം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.